ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാൻഡിങ് വേവ്സും സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലുള്ള സ്റ്റാൻഡിങ് വേവ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു, അതിൻ്റെ ഇക്വേഷൻ, അതുമായി ബന്ധപ്പെട്ട് ഉള്ള ബൗണ്ടറി കണ്ടീഷൻ, അതിൽ നിന്ന് നമ്മൾ അതിന് ആ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറയുന്ന സിസ്റ്റത്തിന് അനുവദനീയമായ വേവ് മോഡുകൾ, അതായത് വേവ് ലെങ്ത്തുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസികൾ ഏതൊക്കെയെന്ന് എടുക്കുന്നു. ആദ്യത്തെ ഫ്രീക്വൻസിയെ നമ്മൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നു. ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസിനെ നമ്മൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് കിട്ടുന്ന ഫ്രീക്വൻസികളെ നമ്മൾ അതിൻ്റെ ഹാർമോണിക്സ് എന്ന് പറയും. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നമ്മൾ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയും. അതിൻ്റെ രണ്ടിരട്ടി വരുന്ന ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയും. അതിൻ്റെ 3 മടങ്ങ് വരുന്ന 3f1 എന്ന് പറയുന്ന ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ തേർഡ് ഹാർമോണിക്സ് എന്ന് പറയും. ഇങ്ങനെ ഹാർമോണിക്സും ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും അതിൻ്റെ ഹാർമോണിക്സും ആണ് ആ സിസ്റ്റത്തിൽ അലൗഡ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു. സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്നുള്ള സിസ്റ്റത്തിൽ അലൗഡ് ആയിട്ടുള്ളത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും അതിൻ്റെ എല്ലാ ഹാർമോണിക്സും എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1 മടങ്ങ്, 2 മടങ്ങ്, 3 മടങ്ങ്, 4 മടങ്ങ് ഇങ്ങനെയൊക്കെയുള്ള ഫ്രീക്വൻസികളാണ് പിന്നെയുള്ളത്. F1 ആണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എങ്കിൽ 2f1 എന്ന് പറയുന്ന ഫ്രീക്വൻസി പോസിബിൾ ആണ്. അതിലുണ്ടാവും 2f1 എന്ന ഫ്രീക്വൻസിയുള്ള ഫ്രീക്വൻസിയിൽ വൈബ്രേഷൻ സാധ്യമാണ്, സ്റ്റാൻഡിങ് വേവ്സ് സാധ്യമാണ്. പിന്നെ 3f1 എന്നുള്ള ഫ്രീക്വൻസിയിൽ സ്റ്റാൻഡിങ് വേവ് സാധ്യമാണ്. ഇങ്ങനെ ഈ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഈവൺ മൾട്ടിപ്പിൾസിനെ 2 ഇരട്ടി, 4 ഇരട്ടി, 6 ഇരട്ടി അങ്ങനെ പോകുന്ന ഈവൺ മൾട്ടിപ്പിൾസിനെ നമ്മൾ പറയും ഈവൺ ഹാർമോണിക്സ് എന്നും, ഓഡ് മൾട്ടിപ്പിൾസിനെ നമ്മൾ പറയും ഓഡ് ഹാർമോണിക്സ് എന്നും. അപ്പോൾ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ അതിൻ്റെ അലൗഡ് വേവ് ലെങ്ത്തുകളുടെ ഇക്വേഷൻ n λ/2 n = 1 2 3 etc. അങ്ങനെയാണ്. അപ്പോൾ അവിടെ അതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഫ്രീക്വൻസികൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി v/2l ആണ്. അതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് 2v/2l പോസിബിൾ ആണ്, 3v/2l പോസിബിൾ ആണ്, 4v/2l പോസിബിൾ എന്ന് പറഞ്ഞാൽ f1ൻ്റെ മൾട്ടിപ്പിൾസ് ആയ 2f1, 3f1, 5f1 4f1, 5 അങ്ങനെ എല്ലാ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസും പോസിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് ദി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആൻഡ് ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് ദി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആർ പോസിബിൾ. അതിനെ സാങ്കേതികമായി പറയും ആ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ഈവൺ ഹാർമോണിക്സും ഓഡ് ഹാർമോണിക്സും അലൗഡ് ആണ്. ഒരു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും അതിൻ്റെ ഈവൺ ഹാർമോണിക്സും അതിൻ്റെ ഓഡ് ഹാർമോണിക്സും അലൗഡ് ആണ്. എവിടെ? ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ. ഓക്കെ, ഇനി നമ്മൾ അതേ പ്രോബ്ലം തന്നെ ആ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഒന്നും ഇല്ലാതെ, അതായത് 2 sin kx അല്ലെങ്കിൽ y = 2a sin kx cos ωt എന്നുള്ളതിൽ sin kx-ന്റെ വാല്യൂസിനുള്ള റെസ്ട്രിക്ഷൻ വെച്ചിട്ടാണ് ഇതുവരെ നമ്മൾ ചെയ്തത്. ഇതൊന്നും ഇല്ലാതെ ഓൺലി ഫ്രം ദി ബൗണ്ടറി കണ്ടീഷൻ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് ഇക്വേഷൻ ഒന്നുമില്ലാതെ തന്നെ ആ വേവ് പാറ്റേൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഇന്ന് ജസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ സിംപ്ലസ്റ്റ് മെത്തേഡ്. Okay, let me share my screen. ഇതാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. ഫോർ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് നോർമൽ ഫ്രീക്വൻസീസ് കണ്ടെയ്ൻ ബോത്ത് ഓഡ് ആൻഡ് ഈവൺ മൾട്ടിപ്പിൾസ് ഓഫ് ദി ഫണ്ടമെൻ്റൽ. അതായത് ഓഡ് ആൻഡ് ഈവൺ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഓഡ് ഹാർമോണിക്സ് ആൻഡ് ഈവൺ ഹാർമോണിക്സ്. നോർമൽ ഫ്രീക്വൻസീസ് ആർ ഇൻ ദ റേഷ്യോ f1:f2:f3 = 1:2. ഇത് ഈ രീതിയിലാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഷോ ദാറ്റ് ഫോർ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ദ നോർമൽ ഫ്രീക്വൻസീസ് ആർ ഇൻ ദി റേഷ്യോ ഓഫ് ഇൻഡിജേഴ്സ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇൻഡിജറിൻ്റെ റേഷ്യോയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് ഇവിടെയാണ് എത്തേണ്ടത്. f1:f2:f3 = 1:2:3 etc. എന്ന് പ്രൂവ് ചെയ്താൽ ആൻസറായി. ഒരു 3 മോഡ് കണ്ടാൽ മതി. അല്ലെങ്കിൽ നേരെ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും പരീക്ഷയ്ക്ക് ഇതാണ് ചോദ്യം വരാറ്. ചിലപ്പോൾ ഫൈൻഡ് ഔട്ട് ദി നോർമൽ ഫ്രീക്വൻസീസ് ആൻഡ് നോർമൽ മോഡ്സ് ഫോർ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ് എന്ന് ചോദിക്കും. അത് രണ്ടുമാണ് ഇനി പഠിക്കേണ്ട സിസ്റ്റം. അപ്പോൾ ഇതാണ് അതിൻ്റെ മോഡുകൾ. ഇപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ. ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് L = λ/2. അപ്പോൾ ഒരു വേവ് ലെങ്ത്തിൻ്റെ പകുതി ഭാഗമാണിത്. ഇതൊരു കംപ്ലീറ്റ് വേവ് ലെങ്ത്തായി. ഇത് ഒരു വേവ് ലെങ്ത്തും പിന്നെ ഒരു വേവ് ലെങ്ത്തിൻ്റെ പകുതിയുമായി. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് അറിയാമെങ്കിൽ അതിൽ നിന്ന് ഈ വേവ് പാറ്റേൺസ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് അടുത്ത പറയാൻ പോകുന്നത്.
അതിന് വേണ്ടിയിട്ട് നോർമൽ മോഡ്സ് ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ തിയററ്റിക്കൽ മെത്തേഡിൽ നമ്മൾ പഠിച്ച് ഇക്വേഷൻ വഴി അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തതാണ്. അതിനെ മറ്റൊരു രീതിയിൽ പഠിക്കുക. അതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ഇങ്ങനെ വരക്കാം. ഇതാണ് യഥാർത്ഥത്തിൽ സ്റ്റാൻഡിംഗ് വേവ്. ഇത്രയേ ഉള്ളൂ. ഒരു സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അതിൻ്റെ പാർട്ടികൾ മുകളിലാകാം അല്ലെങ്കിൽ താഴെയാകാം. അതിൻ്റെ ഇടയിൽ എവിടെയും വൈബ്രേഷൻ ഉണ്ടാവും. ഒരേ സമയം അപ്പ് ആൻഡ് ഡൗൺ. ഇപ്പോൾ കഴിഞ്ഞ പിക്ചറിലുള്ള ഒരു പ്രശ്നം, ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കൂ. ഇതൊരു സ്ട്രിങ് ആയിരുന്നു. ഈ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് മുകളിലേക്ക് പോകുന്നതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സമയത്ത് ഇത് ഒന്നെങ്കിൽ മുകളിലായിരിക്കും അല്ലെങ്കിൽ താഴെയായിരിക്കും. ഇങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ രണ്ടും ഒരേ സമയം ഇവിടെയും സ്ട്രിങ് ഉണ്ടാവില്ല. രണ്ട് സ്ട്രിങ് നമുക്കില്ല, ഒരു സ്ട്രിങ്ങേ ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് ദി പാറ്റേൺ. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ വരയ്ക്കുന്നത്? ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കാണാം ഇങ്ങനെ സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺസ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കാണാം. നിങ്ങളുടെ ആനിമേഷൻ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ സ്ക്രീനിൽ അതിൻ്റെ മോഷൻസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു സ്ട്രിങ് ഇങ്ങനെ വലിച്ചു കെട്ടി കുറച്ച് ലൂസായിട്ട് ഒരു സ്ട്രിങ് രണ്ട് എൻഡും ടൈറ്റാണ്. മീൻസ് രണ്ട് എൻഡും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബൗണ്ടറി ഇട്ടിട്ടുണ്ട്. അല്ലാതെ സ്ട്രിങ് നല്ലോണം വലിയണമെന്നൊന്നുമില്ല. സ്ട്രിങ്ങിലൊരു ടെൻഷൻ ഉണ്ടാവണമെന്നേ ഉള്ളൂ. ആ സ്ട്രിങ്ങിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്തു. അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അപ്പോൾ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക. അതിൻ്റെ ഏതെങ്കിലും ഒരു നോർമൽ മോഡിലാണ് അത് വൈബ്രേറ്റ് ചെയ്യുക. സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് അല്ലെങ്കിൽ വൈബ്രേഷൻസ് നോർമൽ മോഡിലാണ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു മോഡാണ്. അതായത് സ്ട്രിങ് ആസ് എ ഹോൾ മുകളിലേക്ക് പോകുന്നു, ആസ് എ ഹോൾ താഴേക്ക് പോകുന്നു, മുകളിലേക്ക് താഴേക്ക് ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതാണ് ഈ വരച്ചിട്ടുള്ളത്. അല്ലാതെ രണ്ട് സ്ട്രിങ് ഇല്ല ഇവിടെ. ചിത്രം കണ്ടാൽ അങ്ങനെ തോന്നും, മുകളിലൊരു സ്ട്രിങ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു, താഴെ ആ സ്ട്രിങ് വേറൊരു സ്ട്രിങ് അങ്ങനെയല്ലാതെ. അത് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത്? നോർമലി സച്ച് വൈബ്രേഷൻസ് ആർ വെരി ഫാസ്റ്റ്. വളരെ ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും ഈ വൈബ്രേഷൻസ് പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു സെക്കൻഡിൽ തന്നെ പല പ്രാവശ്യം സ്ട്രിങ് അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേഷൻ നടത്തും. മനസ്സിലായല്ലോ? ഒരു സെക്കൻഡിൽ നമുക്ക് വി ഹാവ് എ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട്. അപ്പോൾ അതുമൂലം വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾക്കത് ആ ചേഞ്ച് അതേപോലെ നമ്മുടെ കണ്ണിൽ നിന്ന് ആ വിഷൻ മായുന്നതിന് മുൻപ് അടുത്ത ഇമേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ്. അങ്ങനെയാണ് സിനിമയൊക്കെ. അപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള വൈബ്രേഷൻ ആയതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന രണ്ട് സ്ട്രിങ് ഉള്ളത് പോലെയാണ്. ഒരു നൂലിൽ വളരെ ഫാസ്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രിങ്ങിന് വളരെ ഫാസ്റ്റ് വൈബ്രേഷൻ കൊടുത്താൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ട്രിങ്ങിനെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ഫാസ്റ്റായിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണും മുകളിലും താഴെയും ഓരോ സ്ട്രിങ്ങുള്ള പോലെയാണ്. രണ്ട് സ്ട്രിങ് ഇങ്ങനെയുള്ള പോലെയാണ് നമുക്ക് തോന്നുക. അതാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. അല്ലാതെ ആക്ച്വലി ഒരു വേവേ ഉള്ളൂ. മനസ്സിലായല്ലോ? നമ്മൾ ഫാനൊക്കെ സ്പീഡിൽ തിരിയുമ്പോൾ നമുക്ക് അതിൻ്റെ ലീഫ് മൊത്തം ലീഫായിട്ട് തോന്നുമല്ലോ. ഒരു സിംഗിൾ 3 ലീഫാണെങ്കിലും സ്ലോ ആകുമ്പോഴേ ആ 3 ലീഫ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അത് മൊത്തം ലീഫ് സ്പ്രെഡ് ആയിട്ട് തോന്നും. എന്നതുപോലെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന പ്രതിഭാസം. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെയാണ് അതിനെ കാണുക. ഫാസ്റ്റ് ആണെങ്കിൽ, സ്ലോ ആണെങ്കിൽ ഇതിനെ കറക്റ്റ് ഒരു ഹാഫ് വേവ് മാത്രമേ കാണുള്ളൂ. ഒന്നീ മുകളിലുണ്ടാവും അല്ലെങ്കിൽ താഴെ, മുകളിൽ നിന്ന് താഴേക്കും ഇങ്ങനെ അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ട്രിങ്ങിനെയാണ് കാണുക. ഓസിലേഷൻസ് വളരെ ഫാസ്റ്റ് ആകുമ്പോഴാണ് ഈ വ്യൂ ഉണ്ടാകുക. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരച്ചത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ വേണമെന്നില്ല. ഈ ഒരു സിംഗിൾ വേവ് മാത്രം വരച്ചാൽ തന്നെ അത് സ്റ്റാൻഡിങ് വേവ് ആയി. അതിൻ്റെ ഇൻവേർട്ടഡ് വേവും കൂടി വരയ്ക്കുന്നതാണ് സാധാരണ പുസ്തകങ്ങളിലൊക്കെ വരച്ച് വെക്കാറ്. അത് എൻ്റെ വിഷ്വൽ എഫക്റ്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഓക്കെ, അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല. ഒരിക്കലും രണ്ട് സ്ട്രിങ് ഇല്ല, ഒരു സ്ട്രിങ്ങേ ഉള്ളൂ. അതായത് ഒരു സ്ട്രിങ്ങിലെ പാർട്ടിക്കിൾ ഒരേ സമയം മുകളിലും അതേ സമയം തന്നെ താഴെയും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ അത് മുകളിലായിരിക്കും അല്ലെങ്കിൽ താഴെ. അടുത്ത അനിമേഷൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇത് സ്റ്റാൻഡിങ് വേവ് ആണ്. ഇതിൽ ഇൻവേർട്ട് ചെയ്ത വേവ് വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഒരൊറ്റ വേവേ ഉള്ളൂ. ഇതൊരു സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ജനറലായിട്ട്. അപ്പോൾ ഇത് നോട്ട്സ് ആണ്. ഈ 0 ആംപ്ലിറ്റ്യൂഡുള്ള പോയിന്റുകളാണ് N എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്ന പോയിന്റുകളാണ് A എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ A ആർ ദി ആൻറ്റി നോട്ട്സ്, N ഈസ് ദി നോട്ട്. അപ്പോൾ നിങ്ങളുടെ ആദ്യം മനസ്സിൽ ഈ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു വേവ് പാറ്റേൺ വെക്കണം. അതിൻ്റെ 0 ആംപ്ലിറ്റ്യൂഡ് പോയിന്റുകളെ നോഡുകളെന്നും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പോയിന്റുകളെ ആൻറ്റി നോഡുകളെന്നും ലേബൽ ചെയ്യുക. ഈ ഒരു ചിത്രം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം, ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ ആ വേവ് പാറ്റേണിൽ ആ നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക്, തൊട്ടടുത്ത് വരുന്ന നോഡിലേക്കുള്ള അകലം എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഒരു കംപ്ലീറ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പിക്ചറിൽ നിന്ന് ഇത്രയും പോരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് വേവ് ഉണ്ടാവുന്നത്. ഇതുവരെയുള്ള ദൂരം, ഈ N മുതൽ മൂന്നാമത്തെ N വരെയുള്ള ദൂരമാണ് ഒരു വേവ് ലെങ്ത് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോഡിൽ നിന്നും തൊട്ടടുത്ത നോഡിലേക്കുള്ളത് ഹാഫ് ഓഫ് ദി വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത്തിൻ്റെ പകുതിയാണ്.
അപ്പോൾ ഫസ്റ്റ് നോഡ് ഇതായിട്ട് എടുത്താൽ ഒന്നാമത്തെ നോഡിൽ നിന്നും രണ്ടാമത്തെ നോഡിലേക്കുള്ള അകലം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഹാഫ് വേവ് ലെങ്ത് ആണ്, λ/2 ആണ്. ഒന്നാമത്തെ നോഡിൽ നിന്നും മൂന്നാമത്തെ നോഡിലേക്കുള്ള അകലം എത്രയായിരിക്കും? λ ആയിരിക്കും. നാലാമത്തെ നോഡിലേക്കുള്ള അകലം 3λ/2 ആയിരിക്കും. ഇത് ഒന്നാമത്തെ നോഡിലേക്ക് λ/2, രണ്ടാമത്തെ നോഡിലേക്ക് 2λ/2, മൂന്നാമത്തെ നോഡിലേക്ക് 3λ/2. ഇങ്ങനെയാണ് ഒരു നോഡിൽ നിന്ന് തൊട്ടടുത്ത നോഡുകളിലേക്കുള്ള ഡിസ്റ്റൻസ് വരിക. ഇനി ഇത് തന്നെ നിങ്ങൾ നോക്കൂ, ഒരു ആന്റി നോഡിൽ നിന്ന് തൊട്ടടുത്ത ആന്റി നോഡിലേക്ക് എടുത്താലും അതും λ/2 ആണ്. ഒരു ആന്റി നോഡിൽ നിന്ന് തൊട്ടടുത്ത ആന്റി നോഡിലേക്കുള്ള അകലവും λ/2 ആണ്. ഒന്നാമത്തെ ഒരു ആന്റി നോഡിൽ നിന്ന് രണ്ടാമത്തെ ആന്റി നോഡിലേക്കുള്ള അകലം λ/2, മൂന്നാമത്തെ ആന്റി നോഡിലേക്കുള്ള അകലം λ ആണ്. ഈ എയും ഈ എന്ന് പറയുന്ന പോയിന്റ് തമ്മിലുള്ള അകലം λ ആണ്. ഇനി ഒരു നോഡിൽ നിന്ന് അടുത്ത ആന്റി നോഡിലേക്കുള്ള അകലം λ/4 ആണ്. ഇതാണ് നോഡ്, ഇതാണ് ആന്റി നോഡ്. അപ്പോൾ ഈ ആക്സിസിൽ നോക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ λ/4 ആണ്. n ടു n വരെ, ഈ n മുതൽ അടുത്ത n വരെ λ/2 ആണെങ്കിൽ ഈ n മുതൽ ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് λ/4. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ നോഡ് ആൻഡ് ദി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ നോഡ് ആൻഡ് ദി നെക്സ്റ്റ് ആന്റി നോഡ് ഈസ് λ/4. മനസ്സിലായല്ലോ? ഒരു നോഡിൽ നിന്നും അടുത്ത ആന്റി നോഡ്, തൊട്ടടുത്ത ആന്റി നോഡിലേക്കുള്ള അകലം λ/4. ഒന്നാമത്തെ നോഡിൽ നിന്ന് ഒന്നാമത്തെ ആന്റി നോഡിലേക്കുള്ള അകലം λ/4. ഒന്നാമത്തെ നോഡിൽ നിന്ന് രണ്ടാമത്തെ ആന്റി നോഡിലേക്കുള്ള അകലം എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? λ/4 പ്ലസ് λ/4 λ/2 ആണോ? അല്ല, ചിത്രം നോക്കുക. ഒന്നാമത്തെ നോഡ് ഇതാണ്, അടുത്ത ആന്റി നോഡിലേക്കുള്ള അകലം λ/4. ഒന്നാമത്തെ നോഡിൽ നിന്ന് രണ്ടാമത്തെ ആന്റി നോഡ് ഇവിടെയാണ് വരിക. അപ്പോൾ λ/4ലേക്ക് പിന്നെ നിങ്ങൾ ഒരു λ/2 കൂടി കൂട്ടണം. അപ്പോൾ ഒരു λ/4, 2 λ/4 ആയ അടുത്ത നോഡായി, 3 λ/4 ആയ അടുത്ത ആന്റി നോഡായി, അങ്ങനെ പഠിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റിൽ നിന്ന് λ/4 അകലത്തിൽ ഉണ്ടാവുക തൊട്ടടുത്ത നോഡിൽ നിന്നാണെങ്കിൽ ആന്റി നോഡായിരിക്കും. ആന്റി നോഡിൽ നിന്ന് λ/4 ആഡ് ചെയ്താൽ നോഡ് കിട്ടും. മനസ്സിലായല്ലോ? λ/4 ആഡ് ചെയ്താൽ, ഇപ്പോൾ ഒരു നോഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ ഇഫ് യു ആഡ് λ/4 ഡിസ്റ്റൻസ് മൂവ് ചെയ്താൽ അവിടെ പിന്നെ ഉണ്ടാവുക ആന്റി നോഡായിരിക്കും. വീണ്ടും ഒരു λ/4 കൂടി മൂവ് ചെയ്താൽ λ/2 ആയി, അപ്പോൾ നോഡാവും. വീണ്ടും ഒരു λ/4 കൂടി ആഡ് ചെയ്താൽ 3λ/4 ആയി, അപ്പോൾ വീണ്ടും ആന്റി നോഡാവും. വീണ്ടും ഒരു λ/4 കൂടി ആഡ് ചെയ്താൽ 4λ/4, അതായത് ലാംഡ, അപ്പോൾ വീണ്ടും നോഡാവും. ഇങ്ങനെ മനസ്സിലാക്കണം. അതായത് ഫസ്റ്റ് നോഡ് ടു ഫസ്റ്റ് ആന്റി നോഡ് λ/4, ഫസ്റ്റ് നോഡ് ടു നെക്സ്റ്റ് നോഡ് λ/2, ഫസ്റ്റ് നോഡ് ടു സെക്കൻഡ് ആന്റി നോഡ് 3λ/4, ഫസ്റ്റ് നോഡ് ടു തേർഡ് നോഡ് ഇറ്റ് ഈസ് ലാംഡ. അങ്ങനെ ലെങ്ത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. ഇൻ ടേംസ് ഓഫ് നോഡും ആന്റി നോഡും, നോഡും ആന്റി നോഡും തമ്മിൽ വരുന്ന ഡിസ്റ്റൻസുകൾ കൃത്യമായി വേവ് ലെങ്ത്തിന്റെ ടേമിൽ മനസ്സിലാക്കാൻ ഈ ചിത്രം വളരെയധികം ഉപകരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ പിക്ചറൈസ് ചെയ്താണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കാം. സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണിത്. PQ മുതൽ ഒരു സ്ട്രിങ് വെറുതെ വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ എൻഡിന് ഞാൻ ഒരു എൻഡിന് x=0 എന്ന് വിളിച്ചു, അപ്പുറത്തെ എൻഡിന് x=L എന്ന് വിളിച്ചു. അങ്ങനെ എന്താണ് ബൗണ്ടറി കണ്ടീഷൻസ് പഠിച്ചിരിക്കണം, അതറിഞ്ഞാൽ മാത്രം മതി. ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? ഇവിടെ ഞാൻ സ്ട്രിങ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും സ്ട്രിങ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ P എന്ന് പറയുന്ന എൻഡ്, അതായത് x=0 നോഡായിരിക്കണം, x=L ഒരു നോഡായിരിക്കണം. ആ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതനുസരിക്കുന്ന എല്ലാ വേവ് ലെങ്ത്തുകളും ഈ സ്ട്രിങ്ങിലൂടെ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഈ സ്ട്രിങ്ങിൽ ഉണ്ടാക്കും. ഈ ബൗണ്ടറി കണ്ടീഷൻ അനുസരിക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ബൗണ്ടറി കണ്ടീഷൻ എന്ന് എങ്ങനെയാണ് മനസ്സിലാകുക? അത് ഈ സിസ്റ്റം ഏതാണെന്ന് അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ രണ്ട് എൻഡും ഫിക്സ് ചെയ്ത് വെച്ച ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്. അവിടെ വൈബ്രേഷൻ ഉണ്ടാവില്ല, അവിടെ ആംപ്ലിറ്റ്യൂഡ് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡും ഓരോ നോഡായിരിക്കണം. അപ്പോൾ x=0 നോഡാണ്, x=L നോഡാണ്. ഇനി നിങ്ങൾ ഇതിൽ സാധ്യമാകുന്ന വേവ് പാറ്റേണിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഇവിടേക്ക് വരിക. നമുക്ക് വേണ്ട എന്താണ്? ഇതൊരു നോഡാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് നോഡ് നമ്മൾ എടുക്കുക. x=0 ഫസ്റ്റ് നോഡാണ്. അപ്പോൾ പിന്നെ x=L എന്ത് വരണം? ഒരു പോസിബിലിറ്റി എന്താണ്? x=L രണ്ടാമത്തെ നോഡ് വരാം. ഈ വേവ് പാറ്റേണിൽ രണ്ടാമത്തെ നോഡ് വരാം. ഇവിടെ ഒരിക്കലും ആന്റി നോഡ് ആവില്ലല്ലോ. അപ്പോൾ x=0 നോഡ് സെറ്റ് ചെയ്താൽ പിന്നെ ഏറ്റവും ഫസ്റ്റ് മോഡ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ മോഡ് കിട്ടണമെങ്കിൽ തൊട്ടടുത്ത നോഡ് എവിടെ വരണം? x=L വരണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് x=0 ഈ നോഡ് എടുത്താൽ x=L ഈ നോഡ് വരണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം P എന്ന് പറയുന്നത് ഈ നോഡാണെങ്കിൽ Q എന്ന് പറയുന്നത് ഈ നോഡാകണം. അതായത് PQ എന്ന് പറയുന്നത് λ/2 ആവണം എന്നർത്ഥം.
അത് വേറെ അതിൻ്റെ λ/4 λ/3 ഒന്നും വന്നാൽ ഇത് സാധ്യമല്ല. ഏറ്റവും ഫസ്റ്റ് ലെങ്ത് ഫോർ വിച്ച് ദിസ് ബൗണ്ടറി കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഈ പിക്ചർ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അത് ഈ L എന്ന് പറയുന്നത് λ/2 ആയാലേ ഇവിടെയും നോഡ് വരുന്ന ആദ്യത്തെ സാധ്യത അതാണ് ഈ ചിത്രം വെച്ചിട്ട്. അതിനെ നമ്മൾ ഫസ്റ്റ് മോഡ് എന്ന് പറയും. ഫോർ ഫണ്ടമെന്റൽ ഓർ ഫസ്റ്റ് ഹാർമോണിക് P should be the first node and Q is the second node. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് നോഡ് ആൻഡ് സെക്കൻഡ് നോഡ് എത്രയാണ്? λ/2 ആണ്. അതെവിടെ നിന്നാണ് ഈ ചിത്രത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിവിടെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ അടിയിൽ ചിത്രം വരച്ചതിനത് മനസ്സിലാക്കാനാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ നോഡ് ആൻഡ് നെക്സ്റ്റ് ആൻറ്റി നോഡ് ഈസ് λ/4. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ നോഡ് ആൻഡ് നെക്സ്റ്റ് നോഡ് ഈസ് λ/2. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോഡും നെക്സ്റ്റ് നോഡ് പറഞ്ഞാൽ സെക്കൻഡ് നോഡും. അപ്പോൾ ഫസ്റ്റ് നോഡും സെക്കൻഡ് നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് λ/2 ആണ്. അപ്പോൾ P ഈക്വൽ ഫസ്റ്റ് നോഡ്, Q സെക്കൻഡ് നോഡ് പറഞ്ഞാൽ PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് λ/2 ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫോർ ഫണ്ടമെന്റൽ ഓർ ഫസ്റ്റ് ഹാർമോണിക് ദ ലെങ്ത് PQ L is equal to λ/2. അല്ലെങ്കിൽ അതാണ് ഫസ്റ്റത്തെ മോഡ് എന്നുള്ളത് ഞാൻ അതിനെ L1 എന്ന് വിളിച്ചു. അപ്പോൾ L1 is equal to 2L എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ദി വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ദി ഫണ്ടമെന്റൽ മോഡ്. ഇനി അത് വരയ്ക്കുകയാണ്. ഇതാണ് വേവ് ലെങ്ത്. ഇത്ര വരച്ചാൽ മതി. ഇതാണ് ശരിക്കും സ്ട്രിങ്ങിൽ ഉള്ള ഫസ്റ്റ് മോഡ്, ഫണ്ടമെന്റൽ മോഡ്, ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയും. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇതിനൊരു വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിൽ വരക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻവേർട്ടഡ് ഫോം. കാരണം ഇത് ഈ സ്ട്രിങ് ഈ മുകളിലേക്ക് പോകുന്ന പോലെ തന്നെ താഴേക്കും വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ മുകളിലും താഴെയും വളരെ ഫാസ്റ്റായിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതും കാണും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് മോഡ് ഓർ ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ എന്ന് പറയും. ഇനി ഇതിൽ നിന്ന് നേരത്തെ പോലെ V എന്ന് പറയുന്നത് F ലാംഡയാണ്, അല്ലെങ്കിൽ F ഈക്വൽ ടു V/λ ആണ്. അപ്പോൾ V/λ1 V/2L എന്നുള്ള ഇക്വേഷൻ ഒക്കെ നേരത്തെ ചെയ്തതാണ്. വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോട്ടിൽ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ്. ഇവിടെ നമ്മൾ sin kxന്റെ ഇക്വേഷനോ ഒന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ? നേരത്തെ നമ്മൾ sin kx എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് അത് 0 ആവുന്ന x is equal to 0യിലും x is equal to L ലും 0 ആവണം എന്നുള്ള കണ്ടീഷൻ അതിൽ കൊടുത്തിട്ടാണ് നമ്മൾ വേവ് ലെങ്ത്തുകൾ ഉണ്ടാക്കിയത്. ദാറ്റ് ഈസ് ദി തിയററ്റിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കലായിട്ട് അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഈ രീതിയിലും ലോജിക്കലി നമുക്കിത് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ചുവന്ന കളറിൽ മാർക്ക് ചെയ്ത പോയിന്റുകൾ എപ്പോഴും ആൻറ്റി നോഡ്സും ബ്ലൂ കളറിലുള്ളത് ആൻറ്റി നോഡ്സുമായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് P എന്ന് പറയുന്നത് നോഡാണ്, Q നോഡാണ്, ചുവപ്പ് കളറിൽ കൊടുത്തത്. ഇതാണ് ആൻറ്റി നോഡ് പോയിന്റ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്ത പോയിന്റ്. ഓക്കെ, സ്ട്രിങ്ങിൻ്റെ ഈ മിഡ് പോയിന്റ്. അപ്പോൾ ഇതാണ് ഫണ്ടമെന്റൽ മോഡ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ അതേ സാധനം തന്നെ ജസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ മാത്രം അറിയാമെങ്കിൽ ലോജിക് ഉപയോഗിച്ചിട്ട് അത് കണ്ടെത്താവുന്ന, അതിൽ നിന്ന് അതിൻ്റെ നോർമൽ മോഡ്സ് കണ്ടെത്താവുന്ന രീതിയാണ്. അതിൽ ഫണ്ടമെന്റൽ മോഡ് ഇപ്പോൾ കിട്ടി. ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് ഹാർമോണിക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടീഷൻ ഇത് തന്നെയാണ്. P is a node, Q is a node. അതിൽ ആദ്യത്തെ സാധ്യത P ഒന്നാമത്തെ നോഡും Q രണ്ടാമത്തെ നോഡുമാണ്. ഇനി അടുത്ത സാധ്യത എന്തായിരിക്കും? P is the first node, Q is the third node. ഇത് നമ്മൾ എടുത്തു, തേർഡ് നോഡ്, സെക്കൻഡ് നോഡല്ല തേർഡ് നോഡ്. അപ്പോൾ P ഫസ്റ്റ് നോഡും Q തേർഡ് നോഡും ആകണം. അപ്പോൾ ഇത്രയും ഒരു ഫുൾ വേവ് ലെങ്ത് അതിൽ വരണം, ഇത്രയും ഭാഗം വരണം, ഒരു ഫുൾ വേവ് ലെങ്ത് അതിൽ വരണം. അതാണ് സെക്കൻഡ് ഹാർമോണിക് അല്ലെങ്കിൽ നെക്സ്റ്റ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. x is equal to 0, നേരത്തെ പറഞ്ഞ പോലെ ബൗണ്ടറി കണ്ടീഷൻ x is equal to 0 is a node, x is equal to L is a node. ഇതെപ്പോഴും പാലിക്കപ്പെടേണ്ടതാണ് കേട്ടോ, ഏത് മോഡ് എടുത്താലും. സോ ഫോർ സെക്കൻഡ് ഹാർമോണിക് P is the first node and Q is the third node. Q തേർഡ് നോഡ് ആവും എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയാണ് ഒരു ഫുൾ വേവ് ലെങ്ത് ആണ് P ലെങ്ത് വരേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് തേർഡ് നോഡ് ഈസ് ലാംഡ. ഈ ചിത്രം നോക്കിയാൽ അറിയാം. ഫസ്റ്റ് നോഡിൽ നിന്ന് സെക്കൻഡ് നോഡിലേക്കുള്ളത് λ/2, അടുത്ത നോഡിലേക്കുള്ളത് ലാംഡ. So distance between first and third node is lambda. So for second harmonic mode കാണണമെങ്കിൽ അപ്പോൾ L എന്താവും? ഇവിടെ ഫസ്റ്റ് നോഡാണ്, ഇവിടെ തേർഡ് നോഡാണ്. PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? ലാംഡ ആയിരിക്കണം. PQ ഈക്വൽ ടു L, സോ L is equal to ലാംഡ. അപ്പോൾ സെക്കൻഡ് മോഡിലുള്ള വേവ് ലെങ്ത് λ2 എന്ന് പറയുന്നത് L ആയിരിക്കും. അതാണ് ഈ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഒന്നാമത്തെ നോഡ് ഇവിടെ വരും, മൂന്നാമത്തെ നോഡ് Q ആവും. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് രണ്ടാമത്തെ നോഡ് വരും. ഈ വേവ് ഇങ്ങനെ വരച്ചാൽ കിട്ടും. സോ ദീസ് ആർ ദി നോഡ്സ്, ദീസ് ആർ ദി ആൻറ്റി നോഡ്സ്. ഇത്രയുമാണ് സ്റ്റാൻഡിംഗ് വേവ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇൻവേർട്ടഡ് ഫോം കൂടി വരയ്ക്കുകയാണെങ്കിൽ λ2 is equal to L എന്ന് എഴുതണം. ഇൻവേർട്ടർ നോഡ് കൂടി വരക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ദിസ് ഈസ് ദി കംപ്ലീറ്റ് പിക്ചർ. ഇതുപോലെ ഇനിയിപ്പോൾ ഞാൻ രണ്ട് മോഡ്സ് ഉണ്ടാക്കുന്നുള്ളൂ. ഇതേപോലെ തേർഡ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്കാണ് ഇപ്പോൾ വരച്ചത്. തേർഡ് ഹാർമോണിക്ക് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? P എന്ന് പറയുന്നത് ഫസ്റ്റ് നോഡ് തന്നെയാണ്. Q എന്ന് പറയുന്ന അപ്പോൾ ഏത് നോഡായിട്ട് എടുക്കണം? ഫോർത്ത് നോഡായിട്ട് എടുക്കണം. സെക്കൻഡ് ഹാർമോണിക്കിൽ നമ്മൾ Q
ക്യൂവിനെ തേർഡ് നോഡായിട്ടാണല്ലോ എടുത്തത്. അപ്പോൾ ഇനി ഫോർത്ത് ഹാർമോണിക് കാണണമെങ്കിൽ തേർഡ് ഹാർമോണിക് കാണണമെങ്കിൽ പി ഫസ്റ്റ് നോഡ്, ഇത് നമ്മൾ എടുത്തു, ക്യൂ വിൽ ബി ദി സെക്കൻഡ്, തേർഡ്, ഫോർത്ത് നോഡ്. അപ്പോൾ ഒന്നാമത്തെ നോഡും നാലാമത്തെ നോഡും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ λ/2 പ്ലസ് λ/2 പ്ലസ് λ/2, 3 λ/2 ആണ്. അപ്പോൾ തേർഡ് ഹാർമോണിക് കൊടുക്കണമെങ്കിൽ ഇവിടെ L = 3 λ/2 എന്ന് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ചിത്രമൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, അത് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇതേപോലെ ഫ്രീക്വൻസി ഒക്കെ കാണാം. ഞാൻ ഇതുകൊണ്ടും ആവർത്തിക്കുന്നില്ല. ഇനി നമ്മൾ സ്റ്റാൻഡിങ് വേവ്സിൻ്റെ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്. അടുത്തത് രണ്ടാമത്തെ സ്ട്രിങ്ങിനെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി. സ്ട്രിങ്ങിലുള്ള ഫ്രീക്വൻസികൾ, നോർമൽ മോഡ്സ്, നോർമൽ ഫ്രീക്വൻസീസും ഒക്കെ കണ്ടെത്തി അവ ഇൻറ്റിജർ നമ്പേഴ്സിൻ്റെ റേഷ്യോസിലാണെന്ന് മനസ്സിലാക്കി. ഓഡ് ഹാർമോണിക്സും ഈവൺ ഹാർമോണിക്സും അതിൽ ഉണ്ട്, പോസിബിളാണ് എന്ന് കണ്ടെത്തി. ഓഡ് ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ഒരു ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഓഡ് ഹാർമോണിക്സ് ആർ പ്രസൻറ്റ്. അതിൻ്റെ ഈവൺ മൾട്ടിപ്പിൾസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഈവൺ ഹാർമോണിക്സ് ആർ പ്രസൻറ്റ്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ കേസിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഓഡ് മൾട്ടിപ്പിൾസും ഈവൺ മൾട്ടിപ്പിൾസും, അതായത് 1, 3, 5 ഗുണിതങ്ങളും 2, 4, 6 ഗുണിതങ്ങളും ഒക്കെ വരുന്നുണ്ട്, ഇൻഡിജേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും ബോത്ത് ഹാർമോണിക്സ് ആർ, അല്ലെങ്കിൽ ഓഡ് ആൻഡ് ഈവൺ ഹാർമോണിക്സ്, അല്ലെങ്കിൽ ബോത്ത് ഹാർമോണിക്സ് ആർ പ്രസൻറ്റ്. ഇനി നമുക്ക് അടുത്ത 1 ഡയമെൻഷണൽ സിസ്റ്റം നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാൻഡിങ് വേവ്സ് ആണ്. സ്റ്റാൻഡിങ് വേവ്സിൻ്റെ ക്ലോസ്ഡ് പൈപ്പാണ്. ക്ലോസ്ഡ് പൈപ്പ്, പിന്നെ നമ്മൾ ഓപ്പൺ പൈപ്പ് പഠിക്കും. സോ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്ലോസ്ഡ് പൈപ്പ് മീൻസ് വൺ എൻഡ് ക്ലോസ്ഡ് ആൻഡ് അതർ എൻഡ് ഓപ്പൺഡ്. ഇറ്റ്സ് എ പൈപ്പ്, ഒരു കുഴലാണ്. ആ കുഴലിൻ്റെ ഒരെൻഡ് അടച്ചിട്ടുണ്ടാവും, അടുത്ത ഒരെൻഡ് ഫ്രീ ആയിട്ട് തുറന്നിട്ടുണ്ടാവും. ഇതാണ് ക്ലോസ്ഡ് പൈപ്പ്. നമ്മളെ ഫ്ലൂട്ട് ഒരു എക്സാമ്പിളാണ്. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുമായിട്ട് വളരെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ പൈപ്പ്, സ്റ്റാൻഡിങ് വേവ്സിൻ്റെ പൈപ്പ് എന്ന് പറയുന്നത്. സ്റ്റാൻഡിങ് വേവ്സിൻ്റെ സ്ട്രിങ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ, ഗിറ്റാർ പോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലൊക്കെ ഇത്തരം സ്റ്റാൻഡിങ് വേവ്സിൻ്റെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ റെസൊണൻസുകളാണ് അതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ. വ്യത്യസ്ത ലെങ്ത്തിലും വ്യത്യസ്ത ടെൻഷനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ പോസിബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസികൾ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു മോഡിൽ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻസിൽ വ്യത്യസ്ത സ്ട്രിങ്ങുകൾ നമ്മൾ പ്ലേ ചെയ്യും. അങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ ലേൺഡ് പ്ലെയർക്ക് അതിനെ റെസൊണൻസിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പോൾ അത് ഓരോ സ്ട്രിങ്ങും അതിൻ്റേതായ ഏതെങ്കിലും ഒരു വ്യത്യസ്ത നാച്ചുറൽ മോഡ്സിലോ അല്ലെങ്കിൽ നാച്ചുറൽ മോഡ്സിൻ്റെ കോമ്പിനേഷൻസിലോ പ്ലേ ചെയ്യുന്നു. അപ്പോൾ വ്യത്യസ്ത സൗണ്ടുകൾ നമുക്ക് കിട്ടുന്നു, മ്യൂസിക് നമുക്ക് കിട്ടുന്നു. ഇതാണ് സ്ട്രിങ് ബേസ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. സിമിലർലി പൈപ്പിൻ്റെ പ്രിൻസിപ്പിളായിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് ഫ്ലൂട്ട് ഉണ്ട്, ക്ലാരനെറ്റ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ബീഗിളുണ്ട്, ഒക്കെ പൈപ്പാണ്. പലതും കോംപ്ലക്സ് സിസ്റ്റംസ് ആയിരിക്കും, എന്നാലും ബേസിക്കലി ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഓർ ഓപ്പൺ പൈപ്പ്. മെയിനായിട്ട് ഓപ്പൺ പൈപ്പാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൽ ഉപയോഗിക്കുക, ക്ലോസ്ഡ് അല്ല. ഫ്ലൂട്ടൊക്കെ ഓപ്പൺ പൈപ്പാണ്. ഞാൻ ക്ലോസ്ഡ് പൈപ്പിന് എക്സാമ്പിളായിട്ട് പറഞ്ഞെങ്കിൽ തെറ്റാണ്. ഫ്ലൂട്ടൊക്കെ ഓപ്പൺ പൈപ്പാണ്. എന്തായാലും അതിലേക്ക് നമ്മൾ അടുത്തേക്ക് വരും. അപ്പോൾ ഇതാണ് ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടെൻഡും അടച്ചതല്ല. രണ്ടെൻഡും അടച്ചാൽ പിന്നെ അതിന് സൗണ്ട് പുറത്ത് വരാനില്ല. ഒരെൻഡ് അടച്ച് ഒരെൻഡ് ഓപ്പൺ ആക്കിയിട്ടുള്ള പൈപ്പാണ് ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അടക്കുന്നതിന് പകരം നമ്മൾ പലപ്പോഴും ക്ലോസ്ഡ് പൈപ്പ് ഉപയോഗിച്ചുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് റെസൊണൻസ് കോളം എന്ന് പറയുന്നത്. റെസൊണൻസ് കോളത്തിൽ നമ്മൾ ചെയ്യുക, ഒരു പൈപ്പ് എടുക്കും, ഒരു PVC പൈപ്പ് എടുക്കും, അതിൻ്റെ അടിഭാഗം അടച്ചു വെക്കും, അതിൻ്റെ അതിൽ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് കഴിയുന്ന എന്തിനാ വെള്ളം ഒഴിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ ലെവൽ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, വെള്ളം നിന്ന് ഒഴിവാക്കി എടുക്കുകയൊക്കെ ചെയ്യാം. അതിനനുസരിച്ച് ഈ എയർ കോളത്തിൻ്റെ ലെങ്ത്ത് മാറും. അപ്പോൾ ഇത്രയും ഭാഗം വെള്ളമുണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട് എയറുമാണ് ഈ പൈപ്പിൽ. അപ്പോൾ ഈ ലെങ്ത്താണ് എയർ കോളം. ഇതാണ് ഇവിടെ വൈബ്രേഷനിലേക്ക് വരുന്നത്. ഇതിൻ്റെ വൈബ്രേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഈ വാട്ടർ സർഫസ് റിജിഡ് ബൗണ്ടറിയാണ്. ഈ വാട്ടർ ഇല്ല എന്ന് വെച്ചാൽ ഈ മൊത്തം പൈപ്പിൻ്റെ ലെങ്ത്തും ഇവിടെയാണ് റിജിഡ് ബൗണ്ടറി വരിക. അപ്പോൾ ആ എയർ കോളത്തിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിതിലെ വാട്ടർ ലെവൽ ഇങ്ങനെ മാറ്റി കൊടുത്താൽ എയർ കോളത്തിൻ്റെ വാട്ടർ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ എയർ കോളത്തിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു വരും. വാട്ടർ ഇതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എയർ കോളത്തിൻ്റെ കൂടി വരും. മാക്സിമം ലെങ്ത്ത് പോസിബിൾ ആകുക മൊത്തം പൈപ്പിൻ്റെ ലെങ്ത്താണ്. ഇങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സാധാരണ റെസൊണൻസ് കോളം എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ്. നിങ്ങൾക്ക് അടുത്ത വർഷം പഠിക്കാനുള്ളതുമാണ്, ലാബിൽ ചെയ്യാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതാണ്, മനസ്സിലായല്ലോ. ഒരു PVC പൈപ്പ് അതിൻ്റെ അടിഭാഗം അടച്ചു, PVC ആവണമെന്നൊരു പൈപ്പ് അതിൻ്റെ അടിഭാഗം അടച്ചു, അതിൽ വെള്ളം ഒഴിച്ചു ഒരു നിശ്ചിത ലെവലിൽ. ആ വെള്ളം ഒഴിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്കുള്ള എയർ കോളമുണ്ട്. ആ എയർ കോളത്തിൻ്റെ ഓസിലേഷനും വൈബ്രേഷനും അതുമൂലം ഉണ്ടാകുന്ന ആ എയർ കോളത്തിൽ ഉണ്ടാകുന്ന സ്റ്റാൻഡിങ് വേവ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോക്കാം, ഇവിടെ ഈ വാട്ടർ സർഫസ് എന്ന് പറയുന്നത് ഒരു റിജിഡ് ബൗണ്ടറിയാണ്, ഹാർഡ് ബൗണ്ടറിയാണ്. എയറിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് എ റിജിഡ് ബൗണ്ടറി.
ഇവിടെ മുകളിൽ നോക്കുക നിങ്ങൾ, ഇത് ഓപ്പൺ ആണ്, പുറത്ത് വലിയ എയർ ഓഷ്യൻ, അന്തരീക്ഷ വായു എന്ന് പറയുന്ന അന്തരീക്ഷ വായു സമുദ്രത്തിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഒരു കോയിലാണ്, ചെറിയൊരു കോയിലാണ്. അപ്പോൾ ഈ എൻ്റെ ഒരു ഓപ്പൺ ബൗണ്ടറിയാണ്, ഇത് ഒരു ക്ലോസ്ഡ് ബൗണ്ടറിയുമാണ്. അല്ലെങ്കിൽ ഇതൊരു റിജിഡ് ബൗണ്ടറിയാണ്, പി ഒരു റിജിഡ് ബൗണ്ടറിയാണ്, ക്യൂ ഒരു ഓപ്പൺ ബൗണ്ടറിയാണ്. അതാണ് പ്രത്യേകം മനസ്സിലാക്കുന്നത്. നമുക്കറിയാം റിജിഡ് ബൗണ്ടറിയുടെ പ്രത്യേകത അവിടുത്തെ പാർട്ടിക്കിൾസ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ നോഡായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ബൗണ്ടറി ഉള്ള ഒരു മീഡിയത്തിൽ വേവ് പ്രൊപ്പഗേഷനുമായി ബന്ധപ്പെട്ട് ബൗണ്ടറി കണ്ടീഷൻസ് മനസ്സിലാക്കുമ്പോൾ റിജിഡ് ബൗണ്ടറി എവിടെയുണ്ടോ അവിടെയൊക്കെ എന്തായിരിക്കും, റിജിഡ് ബൗണ്ടറിയിൽ എന്തേ ഉണ്ടാവുള്ളൂ, നോഡേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഫ്രീ ബൗണ്ടറി അല്ലെങ്കിൽ ഓപ്പൺ ബൗണ്ടറിയിൽ എപ്പോഴും എന്തായിരിക്കും ഫോം ചെയ്യുക, ആൻറ്റി നോഡായിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ ഓപ്പൺ ബൗണ്ടറിയിൽ എപ്പോഴും ആൻറ്റി നോഡ് ഉണ്ടായിരിക്കും, റിജിഡ് ബൗണ്ടറിയിൽ എപ്പോഴും നോഡ് ഉണ്ടായിരിക്കും. നേരത്തെ നമ്മൾ സ്ട്രെച്ചിന് സ്ട്രിങ് പഠിച്ചപ്പോൾ രണ്ട് എൻഡിലും റിജിഡ് ബൗണ്ടറി ആയിരുന്നു, രണ്ട് എൻഡും ഫിക്സഡ് ആണ്, റിജിഡ് ബൗണ്ടറിയാണത്. അപ്പോൾ അവിടെ രണ്ട് എൻഡിലും നോഡാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എൻഡ് റിജിഡ് ബൗണ്ടറിയാണ്, പി എന്ന് പറയുന്ന എൻഡിൽ നോഡാണ്, ക്യൂ എന്ന് പറയുന്ന എൻഡിൽ ആൻറ്റി നോഡാണ്. ബിക്കോസ് ക്യൂ ഈസ് ആൻ ഓപ്പൺ ബൗണ്ടറി, പി ഈസ് എ റിജിഡ് ബൗണ്ടറി. ഈ ചിത്രം എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ചിത്രം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഇതിങ്ങനെ വരച്ചത്. ഇത് വെള്ളമാണെന്ന്, വെള്ളമാണെന്നില്ല, നിങ്ങൾക്ക് വേറെ മെഴുകിട്ട് അടക്കാം, നിങ്ങൾക്ക് മണൽ ഡിപ്പ് ചെയ്യാം, എന്ത് ചെയ്യാം. ഇവിടെ ഇതുവരെ ഒരു അടവ് വേണമെന്നേ ഉള്ളൂ. ഇനി ഒന്നുമില്ലെങ്കിൽ ഈ കുഴലിന്റെ അടിയിലൊരു പ്ലാസ് എൻഡ് ക്യാപ്പ് ഇട്ട് അടിച്ചാൽ മതി, അപ്പോൾ അത് അടവായി. എന്തായാലും ഇവിടെ ക്ലോസ്ഡ് ആവണമെന്നേ ഉള്ളൂ. എവിടെ ഒരു ക്ലോസ്ഡ് ബൗണ്ടറി, എയർ കോളത്തിന് ഇപ്പുറത്തൊരു ക്ലോസ്ഡ് ബൗണ്ടറി, ഒരു റിജിഡ് ബൗണ്ടറി ഉണ്ടാവണം, ഒരു എൻഡിൽ ഫ്രീ ബൗണ്ടറി ഉണ്ടാവും. ഇതാണ് ക്ലോസ്ഡ് പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും രണ്ട് ഭാഗവും അടച്ച പൈപ്പും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ് ലെങ്ത്തുകളാണ് ഇതിൽ പോസിബിൾ ആയിട്ടുള്ളൂ. എന്താണ് ബൗണ്ടറി കണ്ടീഷൻ? പി എന്ന് പറയുന്ന റിജിഡ് ബൗണ്ടറിയിൽ നോഡ് ഉണ്ടായിരിക്കണം, ക്യൂ എന്ന് പറയുന്ന ഫ്രീ ബൗണ്ടറിയിൽ ആന്റി നോഡുമായിരിക്കണം. ദാറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. അതാണ് ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ ഈ ബൗണ്ടറി കണ്ടീഷൻസ് മനസ്സിലാക്കുക. ഇവിടെ ഞാൻ ഇക്വേഷൻ അല്ല ഉപയോഗിക്കുന്നത്, ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം, ഒരു പ്രയാസമില്ല. എ സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി എന്നുള്ള ഇക്വേഷനിൽ സൈൻ കെ എക്സ് മാക്സിമം ആകുന്ന പോയിന്റുകൾ കണ്ടെത്തിയാൽ അതിലൂടെ ഈ പറയുന്ന നോർമൽ മോഡ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞ പിക്ചർ ഉപയോഗിച്ചിട്ട് ആന്റി നോഡ്സും നോഡ്സും ഒക്കെ തമ്മിലുള്ള അകലങ്ങൾ എത്രയാണെന്നുള്ള ആ ധാരണയിൽ നിന്നും ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇനി നോർമൽ മോഡ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നോർമൽ മോഡ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് കണ്ടീഷൻ? ഇവിടെ നോഡ് വരണം, പിയിൽ, ക്യൂവിൽ ആന്റി നോഡ് വരണം. അപ്പം അത് സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന വേവ് ലെങ്ത്തുകൾ മാത്രമേ ഇതിൽ പോസിബിൾ ആവുള്ളൂ. ഇത് നിങ്ങൾ നോക്കണ്ട, ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ. അപ്പോൾ ഇത് നോക്കാം, ഇത് നേരത്തെ വരച്ച പോലെ സ്റ്റാൻഡിങ് വേവ് വരച്ചാണ്. ഇപ്പം ഞാൻ രണ്ട് വേവും കാണിച്ചിരുന്നുള്ളൂ, രണ്ട് വേവ്സ് ആയിട്ട് കാണിച്ചിരുന്നേ ഉള്ളൂ. അപ്പർ ഡൗൺ വേവും അതിൻ്റെ ഇൻവേർട്ടഡ് ഫോം രണ്ടും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം ഇതൊരു നോഡാണ്, ഇത് അടുത്ത ആൻറ്റി നോഡാണ്. നോഡും ആൻറ്റി നോഡും തമ്മിലുള്ളത് λ/4 ആണ്. നോഡും അടുത്ത നോഡും തമ്മിലുള്ള λ/2 ആണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതേ ഐഡിയ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇനി സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ, the shortest distance between a node and next antinode is λ/4. അപ്പോൾ ഇനി ഫണ്ടമെന്റൽ മോഡ് എടുക്കും. ഫണ്ടമെന്റൽ മോഡിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒരു നോഡ് വരണം, ഈ എൻഡിൽ ആന്റി നോഡ് വരണം. അപ്പോൾ ഫണ്ടമെന്റൽ മോഡിൽ ഈ എയർ കോളത്തിന്റെ ലെങ്ത്തിൽ ആദ്യത്തെ ഇവിടുത്തെ ഫസ്റ്റ് നോഡ് വരും. അപ്പോൾ ഈ എൻഡിൽ അടുത്ത ആന്റി നോഡ് വരണം. അപ്പോൾ ഈ ഫസ്റ്റ് നോഡും തൊട്ടടുത്ത ആന്റി നോഡും തമ്മിലുള്ള അകലം നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ λ/4 ആണെന്ന് കാണാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫണ്ടമെന്റൽ മോഡിൽ ആ മൊത്തം എയർ കോളത്തിലുള്ള വേവ് ലെങ്ത് λ/4 ആയിരിക്കും. ഒരു വേവ് ലെങ്ത്തിന് 4 ഭാഗം മാത്രമാണ് ഫണ്ടമെന്റൽ മോഡിൽ ഇതിൽ കൊടുക്കുക. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ലെങ്ത് മൊത്തം ഈ എയർ കോളത്തിൽ വന്നാൽ അതാണ് ആ ലെങ്ത്, വേവ് ലെങ്ത് വരുന്ന രീതിയിലുള്ള വൈബ്രേഷനാണ് ഫണ്ടമെന്റൽ മോഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫണ്ടമെന്റൽ മോഡ്. ഫണ്ടമെന്റൽ മോഡ് നമുക്ക് എന്ത് പറയാം? L = λ/4 എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇവിടെ ഒരു നോഡ്, ഇവിടെ ഫസ്റ്റ് നോഡ്, ഇവിടെ ഫസ്റ്റ് ആന്റി നോഡ്. അപ്പോൾ ഇനി ഫസ്റ്റ്, ദിസ് ഈസ് ദി ഫണ്ടമെന്റൽ മോഡ്. ഇനി അടുത്ത മോഡ്, സെക്കൻഡ് മോഡ്, n = 2 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ്, അല്ലെങ്കിൽ സെക്കൻഡ് മോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത മോഡ് എന്ന് പറയുന്നതിന്റെ ഫ്രീക്വൻസി. നെക്സ്റ്റ് മോഡ് ഏതാന്ന് നോക്കണം. നെക്സ്റ്റ് മോഡ് കണ്ടെത്തുക എങ്ങനെയാണ്? ഇവിടെ നോഡ് തന്നെ വരണം, ഇവിടെ ആന്റി നോഡും വരണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആന്റി നോഡ് നമ്മൾ എടുത്തു. അപ്പോൾ ഇവിടെ നോഡും ഇവിടെ സെക്കൻഡ് ആന്റി നോഡും വരുന്ന ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് നോഡ്, ഫസ്റ്റ് ആന്റി നോഡ്ക്ക് λ/4, സെക്കൻഡ് ആന്റി നോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക.
ഇവിടെ നിന്നും രണ്ടാമത്തെ ആൻറ്റിനോഡ് ഇതുവരെയാണ്, അതായത് 1 λ/4, 2 λ/4, 3 λ/4. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് നോഡ് ആൻഡ് ദി സെക്കൻഡ് ആൻറ്റിനോഡ് ഈസ് 3 λ/4. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ അടുത്ത് വരുന്ന മോഡിൽ ഫണ്ടമെന്റൽ ഓർ ഫസ്റ്റ് ഹാർമോണിക് അടുത്ത് വരുന്ന മോഡിൽ എൽ എന്ന് പറയുന്നത് 3 λ/4 ആയിരിക്കും. അതിൻ്റെ അടുത്ത് വരുന്ന മോഡിലോ 3 λ/4 ഇവിടെ വരെ വരും. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് നോഡ് സെക്കൻഡ് നോഡ് എടുത്തു. ഇനി തേർഡ് നോഡ് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 λ/4 കഴിഞ്ഞാൽ 4 പറ്റില്ല, പിന്നെ 5 λ/4 ആയിരിക്കും നെക്സ്റ്റ് മോഡ് വരിക. അങ്ങനെ നമ്മൾക്ക് ഇതിൽ നിന്ന് ഓരോ മോഡുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞത് ഫസ്റ്റ് മോഡാണ് നമ്മളിപ്പോൾ ഈ വരച്ചിട്ടുള്ളത്. λ/4 ആയിരിക്കും ലെങ്ത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് L = λ/4 എന്ന് കിട്ടി, അല്ലെങ്കിൽ λ = 4L എന്ന് എഴുതാം. അതിൽ നിന്ന് ഫസ്റ്റ് ബോർഡിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/λ, ദാറ്റ് ഈസ് V/4L. F = V/λ എന്നുള്ള ഇക്വേഷൻ മറക്കരുത്. സോ ഫണ്ടമെന്റൽ മോഡിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്നും അതിനെ പറയും. ഫസ്റ്റ് ഹാർമോണിക് മോഡിന്റെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ മോഡിന്റെ ഫ്രീക്വൻസി V/4L ആണ് ഇതിന്. റിമെമ്പർ സ്ട്രെച്ച്ഡ് സ്ട്രിംഗിൽ എത്രയായിരുന്നു? V/2L ആയിരുന്നു. ഇവിടെ അത് V/4L ആണ്, മറക്കരുത്. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് ചിത്രം വരച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. V/4L എന്ന് കിട്ടും ഫസ്റ്റ് മോഡിന്റെ ഫ്രീക്വൻസി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ മോഡ് വരക്കാം. കണ്ടോ എന്താണ്? 3 λ/4. ഇവിടെ നോഡാണ്, ഫസ്റ്റ് ആന്റിനോഡ് ഇവിടെ വന്നു, സെക്കൻഡ് ആന്റിനോഡാണ് ഈ എൻഡിൽ വന്നത്. ഇവിടെ നോഡ് ഫസ്റ്റ് ആന്റിനോഡ് സെക്കൻഡ് ആന്റിനോഡ്, അത് 3 λ/4 കൂടും. അപ്പോൾ 3 λ/4 L = 3 λ/4. ദിസ് ഈസ് ദി തേർഡ് ഹാർമോണിക്. സെക്കൻഡ് മോഡ് എന്ന് പറയുന്നത് തേർഡ് ഹാർമോണിക് ആണ്. അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ വഴിയെ മനസ്സിലാവും. ഇപ്പോൾ പറയാം എന്തുകൊണ്ടാണ് ഇതിനെ തേർഡ് ഹാർമോണിക് എന്ന് എഴുതിയത്, സെക്കൻഡ് ഹാർമോണിക് എന്ന് എഴുതാത്തത് എന്താണ്. നമുക്ക് L = 3 λ/4 ആണല്ലോ ഈ ലെങ്ത്, അത് മനസ്സിലായല്ലോ. അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട, ഈ ചിത്രം എങ്ങനെ കിട്ടി എന്നുള്ളതാണ്, ഇതെങ്ങനെ വരക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നോഡും, ഇവിടെ നോഡ് എന്ന് പറയുന്നത് ഇവിടെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിൽ വരച്ച ഈ ലൈൻ ഉണ്ടല്ലോ, ഇതിന്റെ സെൻറ്ററിലൂടെ വരച്ച ലൈനിന്റെ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഈ വൈബ്രേഷൻ ആയിട്ട് സങ്കല്പിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല, ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആകുമ്പോൾ ഇവിടെ നോഡ് എന്ന് പറയുന്നത് ഇവിടെ പ്രഷർ ഏറ്റവും കുറഞ്ഞ റീജിയൻ, ഇവിടെ പ്രഷറിന്റെ ആന്റി നോഡ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഏറ്റവും കൂടിയ റീജിയൻ. ഇങ്ങനെയാണ് അത് വരുന്നത്. എന്നാൽ നമ്മൾക്ക് വരക്കാൻ സൗകര്യത്തിന് നമ്മൾ ഇവിടെ വൈബ്രേഷന്റെ രീതിയിൽ സങ്കല്പിച്ചാൽ ഇവിടെ മാക്സിമം വൈബ്രേഷൻ ഉള്ളത് ഇത് എയറിൽ ഉണ്ടാവുക സൗണ്ട് വേവ്സ് ആണ്, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് മാത്രമേ എയറിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആകുമ്പോൾ വൈബ്രേഷൻ ഈ ഡയറക്ഷനിലല്ല, ഇത് പ്രൊപ്പഗേഷൻ ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ വൈബ്രേഷൻ ഈ ഡയറക്ഷനിലല്ല, അതേ ഡയറക്ഷൻ. പക്ഷെ അതിലേക്കൊന്നും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ ഇതിനൊരു സാധാരണ ട്രാൻസ്വേഴ്സ് വേവ് പോലെ അങ്ങോട്ട് വരച്ചോളൂ. ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് എന്ന് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആന്റിനോഡ് ഇവിടെ വരും ഫസ്റ്റത്തെ. ഇതാണ് നേരത്തെ നമ്മൾ വരച്ച ഇത്രയും ഭാഗം. ഇനി അടുത്ത ആന്റിനോഡാണ് ഈ എൻഡിൽ വരേണ്ടത്. രണ്ടാമത്തെ മോഡിൽ ഇവിടെ ഒരു നോഡും ഒന്നാമത്തെ നോഡും മൂന്നാമത്തെ ആന്റിനോഡ് വരെയുള്ള അകലാണ് വരിക, ഇവിടെ മുതൽ ഇവിടെ വരെ. ഇനി അടുത്ത ഫോർത്ത് മോഡ് വരക്കും, അല്ലെങ്കിൽ ഇതിപ്പോൾ സെക്കൻഡ് മോഡാണ്. അടുത്ത മോഡ് വരക്കുമ്പോൾ ഒന്നാമത്തെ നോഡിൽ നിന്നും രണ്ടാമത്തെ ഫസ്റ്റത്തെ ആന്റിനോഡല്ല, സെക്കൻഡ് ആന്റിനോഡല്ല, മൂന്നാമത്തെ ആന്റിനോഡാണ് ഈ എൻഡിൽ വരേണ്ടത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ആന്റിനോഡ് ഈ എൻഡിൽ വരണം, അപ്പോൾ λ/4. ഇവിടെ സെക്കൻഡ് ആന്റിനോഡ് വരെയുള്ള ദൂരം, അപ്പോൾ λ/3 λ/4. ഇനി അടുത്ത മോഡ് വരുമ്പോൾ തേർഡ് ആന്റിനോഡ് വരെയുള്ള ദൂരം, ഇവിടെ നിങ്ങോട്ട് കൗണ്ട് ചെയ്താൽ തേർഡ് ആന്റിനോഡ് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ λ/4 ഇവിടെ വരെ λ/4, അപ്പോൾ 5 λ/4 അടുത്ത മോഡ് കേട്ടോ. തേർഡ് മോഡിനാണ് ഇപ്പോൾ വരച്ച, സെക്കൻഡ് മോഡിൻ്റെ ആണ്. തേർഡ് ഹാർമോണിക് എന്നാണ് എഴുതിയത്, എന്തുകൊണ്ടാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ λ4L/3 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടാമത്തെ ഫ്രീക്വൻസി നമ്മൾ കാണാം. ഒന്നാമത്തെ ഫ്രീക്വൻസി V/4L, രണ്ടാമത്തെ ഫ്രീക്വൻസി പോസിബിൾ ആയിട്ടുള്ള രണ്ടാമത്തെ ഫ്രീക്വൻസി V/λ എന്ന് കണ്ടാൽ ഇവിടെ λ എന്ന് പറയുന്നത് 4L/3 ആണ്. L = 3 λ/4 ആണ്. അപ്പോൾ λ എന്ന് പറയുന്നത് 4L/3. അപ്പോൾ F എന്ന് പറയുന്നത് V/λ എന്ന് പറഞ്ഞാൽ V/4L/3, അതായത് 3V/4 ഉണ്ട് എന്ന് പറഞ്ഞാൽ V/4 എന്താണ്? V/4L ആണ് എന്ത്? F1. അപ്പോൾ ഇതിനെ 3F1 എന്ന്. അപ്പോൾ രണ്ടാമത്തെ ഫ്രീക്വൻസി ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ തേർഡ് മൾട്ടിപ്പിൾ ആണ്, 3 പ്രാവശ്യമാണ്. 2F1 അല്ല, സ്ട്രിങ്ങിൽ നമുക്ക് F2 = 2F1 എന്ന് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ സെക്കൻഡ് ഹാർമോണിക് എന്ന് വിളിച്ചു. ഇവിടെ F2 എന്ന് പറയുന്നത് 3F1 ആണ്. രണ്ടാമത്തെ അലൗഡ് ഫ്രീക്വൻസി ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ 3 മടങ്ങാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ തേർഡ് ഹാർമോണിക് എന്നാണ് പറയുക. അത് ശ്രദ്ധിക്കണം കേട്ടോ. ദിസ് ഈസ് ദി സെക്കൻഡ് മോഡ്, ദിസ് ഈസ് ദി സെക്കൻഡ് ഫ്രീക്വൻസി, ബട്ട് ഇറ്റ് ഈസ് തേർഡ് ഹാർമോണിക്. സെക്കൻഡ് ഹാർമോണിക് ഇതിലില്ല, മനസ്സിലായല്ലോ. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ 2 മടങ്ങായിട്ടുള്ളൊരു വേവ് ഫ്രീക്വൻസി ഉള്ള വേവ് ഈ സിസ്റ്റത്തിൽ പോസിബിൾ അല്ല, അലൗഡ് അല്ല. ഓക്കെ, അപ്പോൾ 2 ഹാർമോണിക്സ് കിട്ടി, ഫസ്റ്റ് ഹാർമോണിക്കും തേർഡ് ഹാർമോണിക്കും കിട്ടി.
ഇനി ഇതുപോലെ തുടർന്നാൽ ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ തുടർന്നാൽ ഫോർത്ത് പറയാം. ഇതാണ് ഫോർത്ത് ഹാർമോണിക്. ഫോർത്ത് ഹാർമോണിക്കിൽ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഇത് എപ്പോഴും ഇത് നോഡായിരിക്കണം, ഈ എൻ്റെ ആൻറ്റി നോഡായിരിക്കണം. അപ്പോൾ ഇത് നോഡും ആദ്യത്തെ ആൻറ്റി നോഡും നമ്മൾ ഫണ്ടമെന്റലിൽ പരിഗണിച്ചു. ഒന്നാമത്തെ നോഡും രണ്ടാമത്തെ ആൻറ്റി നോഡും നമ്മൾ രണ്ടാമത്തെ, അതായത് F2 എന്ന് പറയുന്ന രണ്ടാമത്തെ ഫ്രീക്വൻസിയിൽ പരിഗണിച്ചു. അത് തേർഡ് ഹാർമോണിക് ആയിരുന്നു. ഇനി നമ്മൾ പരിഗണിക്കേണ്ടത് അപ്പോൾ ഈ നോഡും മൂന്നാമത്തെ ആൻറ്റി നോഡും വരെയുള്ള അകലമാണ്. നമുക്കറിയാം ഒരു നോഡിൽ നിന്ന് മൂന്നാമത്തെ ആൻറ്റി നോഡിലേക്കുള്ള അകലം എന്ന് പറയുമ്പോൾ അത് 5 λ/4 ആയിരിക്കും. അപ്പോൾ L = 5 λ/4 എന്ന് കിട്ടും. L 5 λ/4 ആയാൽ അതിൻ്റെ അർത്ഥം λ = 4l/5 ആണ്. അപ്പോൾ F5 എന്ന് പറയുന്നത്, സോറി ദിസ് ഈസ് F3. സോ F3 എന്ന് പറയുന്നത് V/λ 5V/4L എന്ന് എഴുതാൻ പറ്റും. V/λ ആണ്. അപ്പോൾ V/λ എന്ന് എഴുതിയാൽ 5 × V/4L എന്ന് എഴുതാലോ. 5V/4L/5 എന്ന് എഴുതിയാൽ V × 5 / 4L, അതായത് 5V/4L. V/4L F1 ആണ് നമുക്കറിയാം. V/4L ആണ് F1. സോ ദിസ് ഈസ് ഈക്വൽ ടു 5F1. അതുകൊണ്ടാണ് ഇതിനെ ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് എഴുതാൻ കാരണം. ദിസ് ഈസ് ദി തേർഡ് ഫ്രീക്വൻസി ആക്ച്വലി, ബട്ട് ഇറ്റ് ഈസ് ദി ഫിഫ്ത്ത് ഹാർമോണിക്. മനസ്സിലായല്ലോ. അപ്പോൾ ആ മൂന്നും ഇവിടെ ഒന്ന് നിങ്ങളുടെ ടെസ്റ്റിൽ വരച്ച പോലെ ആ ചിത്രങ്ങളൊന്ന് റിപ്രൊഡ്യൂസ് ചെയ്താണ്. ദിസ് ഈസ് ദി ഫണ്ടമെന്റൽ. നോക്കുക, ഇവിടെ ഫസ്റ്റ് നോഡ്, ഫസ്റ്റ് ആൻറ്റി നോഡ്. അപ്പോൾ λ/4. ഒരു നോഡും തൊട്ടടുത്ത ആൻറ്റി നോഡ് തമ്മിലുള്ള അകലം എപ്പോഴും λ/4 ആണ്. ഒരു നോഡും തൊട്ടടുത്ത നോഡും തമ്മിലുള്ള അകലം എപ്പോഴും λ/2 ആണ്. ഒരു ആൻറ്റി നോഡും തൊട്ടടുത്ത ആൻറ്റി നോഡും തമ്മിലുള്ള അകലം λ/2 ആണ്. ഒരു ആൻറ്റി നോഡിൽ നിന്ന് തൊട്ടടുത്ത നോഡിലേക്കുള്ള അകലം λ/4 ആണ്. അത് ആ ഒരു കാര്യങ്ങൾ എപ്പോഴും ഓർമ്മ വേണം. ഇവിടെ നോക്കൂ, രണ്ടാമത്തെ മോഡ്. ഇവിടെ നോഡ് ഫസ്റ്റ് ആൻറ്റി നോഡല്ല, എൻഡിൽ വരുന്നത് സെക്കൻഡ് ആൻറ്റി നോഡാണ്. അപ്പോൾ മൊത്തം ലെങ്ത് λ/4 + λ/4 + 3 λ/4. ഇവിടെ നോക്കൂ, ഫിഫ്ത്ത് ഹാർമോണിക്, അതായത് തേർഡ് ഫ്രീക്വൻസി F3 കാണാനുള്ളത്, മൂന്നാമത്തെ മോഡ്. അപ്പോൾ ഇവിടെ നോഡാണ്, ഫസ്റ്റ് ഹാർമോണിക് അല്ല ഫസ്റ്റ് ആൻറ്റി നോഡല്ല, സെക്കൻഡ് ആൻറ്റി നോഡും അല്ല, തേർഡ് ആൻറ്റി നോഡാണ് എൻഡിൽ വരേണ്ടത്. മൂന്നാമത്തെ ആൻറ്റി നോഡ്, അതാണ് മൂന്നാമത്തെ ഫ്രീക്വൻസിക്ക് മൂന്നാമത്തെ മോഡ്. ഇവിടെ ഫസ്റ്റ് നോഡും ഇവിടെ തേർഡ് ആൻറ്റി നോഡും. അപ്പോൾ മൂന്നാമത്തെ ആൻറ്റി നോഡിലും ആദ്യത്തെ നോഡ് മുതൽ മൂന്നാമത്തെ ആൻറ്റി നോഡ് വരെയുള്ള അകലം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 5 λ/2. അതുകൊണ്ട് ഇതിൻ്റെ ഈ ലെങ്ത് L = 5 λ/2 വരും. അപ്പോൾ ഈ ക്ലോസ്ഡ് പൈപ്പിൽ നാച്ചുറൽ ഫ്രീക്വൻസീസ് കണ്ടെയ്ൻ ഓൺലി ഓഡ് ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് ദി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസീസ് ആർ ഇൻ ദി റേഷ്യോ F1 = F2 = F3 = 1:3:5, 1:3:5. ഇത് ചോദിച്ചതിൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഈ ഓഡ് ഹാർമോണിക്സ് ഇത് കാണാനാണ്. ഏതിൻ്റെത്? ക്ലോസ്ഡ് പൈപ്പിൻ്റെതാണ്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെയും ചോദിച്ചിട്ടുണ്ട്, ക്ലോസ്ഡ് പൈപ്പിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ചിത്രങ്ങൾ മാത്രം വരക്കാൻ വേണ്ടി പറയും, എങ്ങനെയും വരാം. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കുക. എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒന്നിൻ്റെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ് ഏതെങ്കിലും ഒന്നിൻ്റെ ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ മൊത്തം ഇത് പ്രൂവ് ചെയ്യാനോ F1 = F2 = F3 = 1:3:5 എന്നാണ് ഇതിൽ ക്ലോസ്ഡ് പൈപ്പിൽ. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ അതായിരുന്നു 1:2:3:4 അങ്ങനെ പോകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓഡ് മൾട്ടിപ്പിൾസും ഈവൺ മൾട്ടിപ്പിൾസും അല്ലെങ്കിൽ ഓഡ് ഹാർമോണിക്സും ഈവൺ ഹാർമോണിക്സും ഉണ്ട് ഏതിൽ? സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ. ക്ലോസ്ഡ് പൈപ്പിൽ ഏത് ഫ്രീക്വൻസീസ് മാത്രമേ ഉള്ളൂ? ഓഡ് ഹാർമോണിക് ഫ്രീക്വൻസീസ് മാത്രമേ ഉള്ളൂ. ഫണ്ടമെന്റലും അതിൻ്റെ 1 മടങ്ങ് 3 മടങ്ങ് 5 മടങ്ങ് വരുന്ന ഫ്രീക്വൻസികളും മാത്രമേ ഉള്ള വേവ്സ് മാത്രമേ, സ്റ്റാൻഡിങ് വേവ്സ് മാത്രമേ ഇതിലുണ്ടാവുകയുള്ളൂ, ഒരു ക്ലോസ്ഡ് പൈപ്പിൽ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ക്ലോസ്ഡ് പൈപ്പിന്റെ കേസ് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ കണ്ടോ, നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടില്ല. ഇതിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല. ഇത് മതായിരിക്കും കൂടുതൽ എളുപ്പം നിങ്ങൾക്ക്. ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ ഒരു പ്രയാസമില്ല. sin kx എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2a sin kx cos ωt. അപ്പം x = 0 നോഡായിരിക്കണം. ഈ കേസിൽ x = 0 നോഡായിരിക്കണം. അത് നോഡാണ് sin kx വന്നാൽ.
പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു എല്ലും നോഡായിരിക്കണം. അപ്പോൾ സൈൻ കെ എൽ, എക്സ് ഇസ് ഈക്വൽ ടു എൽ ആൻറ്റി നോഡായിരിക്കണം. അപ്പോൾ സൈൻ കെ എൽ എന്ന് പറയുന്നത് 1 ആയിരിക്കണം, അല്ലെങ്കിൽ +or-1 ആയിരിക്കണം. അപ്പോൾ കെ എൽ +or-1 ആയിരിക്കണം. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു n+12 × π എന്ന് എഴുതാം. ആ രീതിയിൽ അങ്ങനെ എഴുതിയാൽ ഈ പറഞ്ഞ തന്നെ കിട്ടും. ഇതും ഈസി ആയിട്ട് ചെയ്യാം. ഓപ്പൺ പൈപ്പിനാണ് പിന്നെ ഇക്വേഷൻ ഉപയോഗിച്ച് പ്രയാസം ഉണ്ടാവും. അടുത്തത് നോർമൽ മോഡ്സ് ഓഫ് ആൻ ഓപ്പൺ പൈപ്പ്. ഓപ്പൺ പൈപ്പാണ്. ഓപ്പൺ പൈപ്പ് പറഞ്ഞാൽ രണ്ട് എൻഡും ഓപ്പൺ ആയിട്ടുള്ള ഒരു പൈപ്പ്, അത്രേ ഉള്ളൂ. വെറുതെ ഒരു പൈപ്പ് മുറിച്ച് വെച്ചാൽ അത് തന്നെ. അതിൻ്റെ ഉള്ളിൽ ഒരു എയർ കോൾ ഉണ്ടാവും. ഇവിടെയും ഓപ്പൺ ബൗണ്ടറി, ഇവിടെയും ഓപ്പൺ ബൗണ്ടറി, രണ്ട് എൻഡും ഓപ്പൺ ആണ്. ക്ലിയർ ആണല്ലോ. ഒരു പൈപ്പ് രണ്ട് എൻഡും തുറന്നിട്ടൊരു പൈപ്പ്, ഒരു കുഴൽ. In an open pipe, both ends of the pipe are open. When the air column in the pipe is set into vibration, standing waves are formed. Since both boundaries are free, there should be antinodes at both ends. അപ്പോൾ ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? രണ്ട് എൻഡും ആൻറ്റിനോഡ് ആയിരിക്കണം. അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ പോസിബിൾ ആയിട്ടുള്ള വേവ് ലെങ്ത് ഈസി ആയിട്ട് പറയാൻ പറ്റും. കാരണം ഒരു എൻഡ് ഒരു ഫസ്റ്റത്തെ ആൻറ്റിനോഡ് എന്ന് എടുത്തു, അടുത്ത എൻഡ് നെക്സ്റ്റ് ആൻറ്റിനോഡ് ആകണം. അപ്പോൾ ഒരു ആൻറ്റിനോഡും തൊട്ടടുത്ത ആൻറ്റിനോഡും തമ്മിലുള്ള അകലം എത്രയായിരുന്നു? നമ്മുടെ വേവ് പാറ്റേൺ വെച്ചിട്ട് ഇറ്റ് വാസ് λ/2. ഒരു നോഡും മറ്റൊരു തൊട്ടടുത്ത നോഡും തമ്മിൽ λ/2 ആണ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആൻറ്റി നോഡിൽ നിന്ന് തൊട്ടടുത്ത് വരുന്ന ആൻറ്റി നോഡിലേക്കുള്ള അകലവും λ/2 ആയിരിക്കും. അപ്പോൾ L = λ/2 വിൽ ബി ദി ഫണ്ടമെന്റൽ മോഡ്. ഇതാണ് ആ മോഡ്. ഇതൊരു ആൻറ്റി നോഡാണ്, ഇതൊരു ആൻറ്റി നോഡാണ്, നടുവിലൊരു നോഡ് ഉണ്ട്. സോ ദിസ് ഈസ് ദി ഫണ്ടമെന്റൽ മോഡ്. എങ്ങനെയാണത് വന്നത്? ഈ രണ്ട് എൻഡും ആൻറ്റി നോഡ് ആയിരിക്കണം. അപ്പോൾ ഫണ്ടമെന്റൽ മോഡിൽ എന്തായിരിക്കണം? ഇത് ഒരു ആൻറ്റി നോഡ്, ഇത് തൊട്ടടുത്ത ആൻറ്റി നോഡ്. ഇത് ഫസ്റ്റ് ആൻറ്റി നോഡ് ആണെങ്കിൽ ഇത് സെക്കൻഡ് ആൻറ്റി നോഡ്. അപ്പോൾ ഒന്നാമത്തെ ആൻറ്റി നോഡിൽ നിന്ന് രണ്ടാമത്തെ ആൻറ്റി നോഡിലേക്കുള്ള അകലം λ/2. ഇനി ഒന്നാമത്തെ ആൻറ്റി നോഡിൽ നിന്ന് മൂന്നാമത്തെ ആൻറ്റി നോഡിലേക്കുള്ള അകലം എത്രയായിരിക്കും? ഒന്നാമത്തെ നോഡിൽ നിന്ന് മൂന്നാമത്തെ നോഡിലേക്കുള്ള അകലം എത്രയായിരുന്നു? അതേ ദൂരം തന്നെയായിരിക്കും ഒന്നാമത്തെ ആൻറ്റി നോഡിൽ നിന്ന് മൂന്നാമത്തെ ആൻറ്റി നോഡിലേക്കുള്ള അകലം എത്രയായിരുന്നു? ഒന്നാമത്തെ നോഡിൽ നിന്ന് രണ്ടാമത്തെ നോഡിലേക്ക് λ/2, ഒന്നാമത്തെ നോഡിൽ നിന്ന് മൂന്നാമത്തെ നോഡിലേക്ക് λ. അപ്പോൾ ഒന്നാമത്തെ ആൻറ്റി നോഡിൽ നിന്ന് മൂന്നാമത്തെ ആൻറ്റി നോഡിലേക്കും λ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതാണ് ആ പിക്ചർ. ഇവിടെ ഒരു ആൻറ്റി നോഡ്, ഇവിടെ രണ്ടാമത്തെ ആൻറ്റി നോഡ്, ഇവിടെ മൂന്നാമത്തെ ആൻറ്റി നോഡ്. സോ ദിസ് പാർട്ട് ഈസ് കംപ്ലീറ്റ് വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇത് ഈ ലെങ്ത് λ, L = λ എന്നാണ് ഇത് വരിക. ഇത് L = λ/2. ഇതോ ഒന്നാമത്തെ ആൻറ്റി നോഡിൽ നിന്ന് 2, 3, നാലാമത്തെ ആൻറ്റി നോഡിലേക്കുള്ള ദൂരം. അതായത് അപ്പോൾ 4 × λ/2. സോറി, യെസ്, ദിസ് ഈസ് λ/2, ദിസ് ഈസ് λ, ദിസ് ഈസ് 3 λ/2. നോക്കുക, ഇതുവരെ ഒരു λ, പിന്നെ ഒരു λ/2. സോ 3 λ/2. ഇത് 5 λ/2. നമ്മൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ അതേ മോഡ്സ് ആണ്, അതേപോലെയാണ് ഏതിലുണ്ടാവുക? ഓപ്പൺ പൈപ്പിലുണ്ടാവുക. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ രണ്ടെങ്കിലും നോഡ്സ് ആണ് വരിക. ചിത്രം വരക്കുമ്പോൾ മാറരുത്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ വർക്കാണെങ്കിൽ ഇവിടെയും ഇവിടെയും നോഡായിരിക്കും. ഓപ്പൺ പൈപ്പിൻ്റെ വർക്കുമ്പോൾ എന്താണ്? രണ്ട് എൻഡിലും ആൻറ്റി നോഡാണ്. സോ ദീസ് ആർ ദി പിക്ചേഴ്സ്. ഇത് കൃത്യമായിട്ട് നോട്ടിലുണ്ടായിരിക്കും. അപ്പോൾ ഇനി ഫസ്റ്റ് മോഡ് നോക്കാം. ഫണ്ടമെന്റൽ ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ മോഡ് ഓർ ഫസ്റ്റ് ഹാർമോണിക്. L λ/2 എന്ന് പറഞ്ഞു. അപ്പോൾ λ1 = 2L, F = V/λ. സോ ഫസ്റ്റ് ഫ്രീക്വൻസി ആണ് V/2L. എല്ലാം സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ അതേ തന്നെയാണ്. ചിത്രം വരക്കുമ്പോൾ മാത്രം മാറ്റം. എന്താണ് മാറ്റം? സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ രണ്ട് എൻഡിലും നോഡ് കാണിക്കണം, ഇതിൽ രണ്ട് എൻഡിലും എന്ത് ചെയ്യണം? ആൻറ്റി നോഡ്സ് കാണിക്കണം. അപ്പോൾ ഫോർ ദി സെക്കൻഡ് ഹാർമോണിക് L = λ2. λ2 എന്ന് പറയുന്നത് L ആയിരിക്കും. ഓർ F = V/λ, V/L. 2 × V/2L എന്ന് എഴുതാം, 2F1 എന്ന് എഴുതാം. തേർഡ് ഹാർമോണിക് എന്ന് പറയുന്നത് L = 3 × λ/2 ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ആൻറ്റിനോഡും മൂന്നാമത്തെ ആൻറ്റിനോഡും തമ്മിലുള്ള അകലം. സോറി, ഒന്നാമത്തതും രണ്ടാമത്തെ ആൻറ്റിനോഡ് തമ്മിലുള്ള അകലം, ഒന്നാമത്തതും നാലാമത്തെ ആൻറ്റിനോഡ് തമ്മിലുള്ള അകലം, ദാറ്റ് ഈസ് 3 λ/2. സോ λ3 എന്ന് പറഞ്ഞാൽ 2L/3. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ അതേ ഇക്വേഷൻ n λ/2 എന്നുള്ള ഫോമിൽ വരും. ഇത് തന്നെയാണല്ലോ, n λ/2 അല്ലേ? ഫസ്റ്റ് λ/2, 2 λ/2, 3 λ/2. അപ്പോൾ F3 എന്ന് പറഞ്ഞാൽ 3V/2L, F3 = 2F1. സോറി, F3 = 3F1. കറക്റ്റാണ്. So F3 = 3F1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. സ്ട്രെച്ച്ഡ് സ്ട്രിങ് ചെയ്ത എന്തോ അതൊക്കെ ചെയ്യാം. തിയററ്റിക്കലി ബോത്ത് ആർ ദി സെയിം.
ഓൺലി ഡിഫറൻസ്, ഒരേ ഒരു വ്യത്യാസം എന്താണ്, ചിത്രം വരക്കുമ്പോൾ ഓപ്പൺ പൈപ്പിൻ്റെത് രണ്ട് എൻഡിലും നോഡ് വരുന്ന മോഡുകളായിട്ട് വരക്കണം. സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ അത് രണ്ട് എൻഡിലും ആൻറ്റി നോഡ് വരുന്ന രീതിയിലും വരക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. പ്രത്യേകിച്ച് ഒരുപാട് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ അതേ കേസ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ബീറ്റ്. ബീറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഫ്രീക്വൻസിയിലുള്ള ആംപ്ലിറ്റ്യൂഡുള്ള ട്രാവലിംഗ് വേവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത് സൂപ്പർ ഇമ്പോസ് ചെയ്താൽ സ്റ്റാൻഡിങ് വേവ് ഉണ്ടാവും നമ്മൾ പഠിച്ചു. ബീറ്റ് ഉണ്ടാവുമ്പോഴാണ് ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന വേവ്സ് കൂടിച്ചേരുമ്പോഴാണ് ബീറ്റ്സ് ഉണ്ടാവുക. എന്താണ് ബീറ്റ് എന്ന് പറയുന്നത്? അങ്ങനെ ചേരുമ്പോൾ the intensity of the resultant sound at a particular position rises and falls regularly with time. This is called beats. അങ്ങനെ ഒരു മീഡിയത്തിലൂടെ ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരേപോലത്തെ രണ്ട് വേവ്സ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നിയർലി സെയിം, ഈക്വൽ ആവരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെൻ ടു വേവ്സ് ഓഫ് നിയർലി സെയിം, ചെറിയ വ്യത്യാസമുള്ള ഫ്രീക്വൻസി, ഉദാഹരണത്തിന് ഒന്ന് 500 ഹെർട്സ് ആണെങ്കിൽ ഒന്ന് 502 ഹെർട്സ് അല്ലെങ്കിൽ 505 ഹെർട്സ്, അങ്ങനെ നിയർലി സെയിം ഫ്രീക്വൻസീസ് ഉള്ള സെയിം ആംപ്ലിറ്റ്യൂഡ്സ് ഒക്കെ ഉള്ള വേവ്സ് ഒരു മീഡിയത്തിലൂടെ ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുമ്പോൾ അവ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിനോമിനനാണ്, ഒരു പ്രതിഭാസമാണ് ബീറ്റിംഗ് എന്ന് പറയുന്നത്. ആ ബീറ്റിങ്ങിൽ എന്താണ് ഉണ്ടാവുക? ആ മീഡിയത്തിലെ ചില പോയിന്റിൽ അവിടെയുള്ള സൗണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കൂടിയും കുറഞ്ഞും ഇങ്ങനെ നിൽക്കും. ഒരു പ്രത്യേക ഇന്റർവെൽ ഇങ്ങനെ മാക്സിമം വരും, പിന്നെ ആദ്യം സൗണ്ട് ഇങ്ങനെ റൈസ് ചെയ്ത് വരും, പിന്നെ കുറഞ്ഞിങ്ങനെ പോകും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഗ്രാജുവൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ദി ഇന്റൻസിറ്റി ഓഫ് ദി സൗണ്ട് അറ്റ് പർട്ടിക്കുലർ പോയിന്റ്സ് ഇൻ ദാറ്റ് മീഡിയം. എപ്പോഴാണ് സംഭവിക്കുക? ഒന്നിലധികം വേവ്സ്, ഒരേപോലത്തെ വേവ്സ്, പക്ഷേ ഫ്രീക്വൻസിയിൽ ചെറിയ നെഗ്ലിജിബിൾ ഡിഫറൻസ്, വളരെ ചെറിയ മാറ്റം മാത്രമുള്ള വേവ്സ്, ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. ദിസ് ഫിനോമിനൻ ഈസ് കാൾഡ് ബീറ്റ്സ്. ഇതിന്റെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതൊരു വേവാണ്, വേറൊരു വേവാണ്, ഓൾമോസ്റ്റ് സെയിം ഫ്രീക്വൻസി, ചെറിയൊരു മാറ്റമുണ്ട്, അത് കൂടി ചേരുമ്പോൾ ഇതേപോലത്തെ ഒരു വേവ് പാറ്റേൺ കിട്ടും. ഇതിനെയാണ് ബീറ്റ് എന്ന് പറയാം. ഇതിന്റെ ഒന്നാമത്തെ ഫ്രീക്വൻസി F1 ആണ്, രണ്ടാമത്തെ ഫ്രീക്വൻസി F2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കേട്ടോ, ഇതാണ് ഇന്റൻസിറ്റിയുടെ വേരിയേഷൻ. ഇവിടെ കണ്ടോ, ഈ പോയിന്റിൽ മാക്സിമം ആണ്, കുറച്ച് സമയം കഴിയുമ്പോൾ അത് 0 ഇന്റൻസിറ്റി ആയി, പിന്നെയും മാക്സിമമായി, പിന്നെയും 0. ഈ എൻവലപ്പാണ് ബീറ്റ് എന്ന് പറയുന്നത്. ഈ എൻവലപ്പിന്റെ ഫ്രീക്വൻസിയാണ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടിപ്പ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ച ലൈനില്ലേ, ഇതിങ്ങനെ ഒരു വേവായിട്ട് സങ്കല്പിച്ചാൽ അതിന്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് FB is F1 minus F2, ഡിഫറൻസ് ആണ് ശരിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 minus F2 എടുത്താൽ F1 ഡിഫറൻസ് F2 ആണ്, വലുതിൽ നിന്ന് ചെറുത് കുറക്കണം. ബീറ്റ് ഫ്രീക്വൻസി പോസിറ്റീവായിട്ട് കാണണം. അപ്പം 100 ഹെർട്സും 105 ഹെർട്സും ഉള്ള രണ്ട് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് ബീറ്റ്സ് ഉണ്ടായാൽ അവിടെ ബീറ്റിങ്ങിന്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? 5 ഹെർട്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 5 പ്രാവശ്യം സൗണ്ട് ഇങ്ങനെ റൈസ് ചെയ്ത് സൗണ്ടിന്റെ ഇന്റൻസിറ്റി കൂടിയും കുറഞ്ഞു 5 പ്രാവശ്യം കൂടിയും കുറഞ്ഞു വരും. അതാണ് അതിന്റെ അർത്ഥം. ബീറ്റിംഗ് 5 പ്രാവശ്യം ഉണ്ടാവും. നമ്മുടെ ഈ കൺസേർട്ടുകളൊക്കെ, ഗാനമേളകളൊക്കെ നടക്കുമ്പോൾ വ്യത്യസ്ത ഇൻസ്ട്രുമെന്റ്സ് അവർ ആദ്യം ട്യൂൺ ചെയ്യും. അപ്പോൾ പല ആളുകളും ഇത് ഓരോ ഉപകരണവും അതിൻ്റെ നോട്ട്സിൽ പ്ലേ ചെയ്തിട്ട് ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അവ തമ്മിൽ ബീറ്റിംഗ് വരാത്ത രീതിയിലാണ് അവർ അതിൻ്റെ ടെൻഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്നത്. ബീറ്റിംഗ് ഇല്ലാത്ത രീതി. ബീറ്റിംഗ് ഉണ്ടായാൽ ആ ഹമ്മിങ് കയറി വരും മ്യൂസിക്കിൽ. ഒരു അന്നേരം ഹമ്മിങ് സൗണ്ടാണ് ബീറ്റിന് വരിക. ഓക്കെ, ഏകദേശം 8 മണിയാവാനായി. ഇന്ന് ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് എക്സസ് എടുക്കും. ഒരു 8:10, 8:15 ഉള്ളിൽ തീർക്കും. ഓക്കെ, ദ ഫിനോമിനൻ ഓഫ് അടുത്തത് ഡോപ്ലർ എഫക്റ്റ്. ഇപ്പോൾ ബീറ്റ് ക്ലിയർ ആയല്ലോ. ബീറ്റ് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാൻഡിങ് വേവ്സ് ആണ് ഏറ്റവും പ്രധാനം. ബീറ്റ്സ് ഇതിലുള്ളത് കൊണ്ടും അത് ഡെയിലി ലൈഫായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. ബീറ്റിൻ്റെ മാത്തമാറ്റിക്സ് ഒക്കെ ഡെറിവേഷനൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, ഞാനതൊക്കെ സ്കിപ്പ് ചെയ്യാണ്. ഫോക്കസ് ഏരിയയിൽ ഇല്ല. മാത്രമല്ല പരീക്ഷയ്ക്ക് അത്ര ചോദിച്ചിട്ടില്ലാത്ത ഏരിയയും ആയതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതും ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന വളരെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എഫക്റ്റാണ്. എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട്, ഫോക്കസ് ഏരിയയിലില്ല. ഞാൻ ഈ ഫോക്കസ് ഏരിയയുടെ പുറത്തുനിന്ന് നിങ്ങൾ പഠിക്കാൻ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് സ്റ്റാൻഡിങ് വേവ്സ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്.
ഇതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്താണ് സ്റ്റാൻഡിങ് വേവ്സ്, നോർമൽ മോഡ്സ്, അത് സ്ട്രിങ്ങിലും പൈപ്പിലുള്ള ആ ചിത്രങ്ങളും അതിൻ്റെ ആ നോർമൽ മോഡ്സിൻ്റെ ഫ്രീക്വൻസീസ് എഴുതലും അതിൻ്റെ റേഷ്യോ, ഓഡ് ഹാർമോണിക്സ് ഏതിലുണ്ട്, ഈവൺ ഏതിലുണ്ട്, രണ്ടുള്ളത് ഏതാണെന്നൊക്കെ ആ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞിട്ടേ ഇതൊക്കെ പഠിക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഡോപ്ലർ എഫക്റ്റ്. അതിൻ്റെ ബാക്കിലാണ് ഏത് ബീറ്റ് വരുന്നത്. ഓക്കെ. So phenomenon of apparent change in frequency due to relative motion between the source of sound and the listener is known as Doppler effect. അതായത് ഒരു സൗണ്ട് സോഴ്സ്, ഉദാഹരണത്തിന് ഒരു ട്രെയിന് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ട്രെയിനിൽ നിന്ന് ഒരാൾ ഹോൺ അടിക്കുകയാണ്, ട്രെയിനിൻ്റെ ഹോൺ. അത് ഒരു പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ട്രാക്കിൻ്റെ സൈഡിലോ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ ആക്ച്വൽ ഫ്രീക്വൻസിയിൽ നിന്നും അല്പം ഫ്രീക്വൻസി മാറിയ ഫ്രീക്വൻസി ആയിട്ടാണ് അയാൾക്ക് തോന്നുന്നത്. ബിക്കോസ് അതിൻ്റെ കാരണം ഈ നിൽക്കുന്ന ആളെ അപേക്ഷിച്ച് ഈ ട്രെയിൻ വളരെ വേഗതയിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ നല്ല വേഗതയിൽ മൂവ് ചെയ്യുന്ന ഒരു സൗണ്ട് സോഴ്സിൽ നിന്നും വരുന്ന സൗണ്ട് ഒരു റിസീവർ റിസീവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയിൽ ചെറിയ ഒരു മാറ്റം വരുന്നതായിട്ട് റിസീവർക്ക് അനുഭവപ്പെടുന്നു. അതിനെയാണ് നമ്മൾ ഡോപ്ലർ ഷിഫ്റ്റ്. റിസീവർ അല്ലെങ്കിൽ ലിസണർ എന്ന് പറഞ്ഞാൽ സൗണ്ട് റിസീവ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ ഒബ്സർവർ എന്നൊക്കെ പറയാം. ദ ഫിനോമിനൻ ഓഫ് അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. എന്താണ് ആ ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഉണ്ടാവാനുള്ള കാരണം? ഡ്യൂ ടു ദി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സോഴ്സ് ഓഫ് സൗണ്ട് ആൻഡ് ദി ലിസണർ. കേൾക്കുന്ന ലിസണറും ശബ്ദമുണ്ടാക്കുന്ന സോഴ്സും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകുമ്പോൾ, അപ്പോൾ റിലേറ്റീവ് മോഷൻ എന്ന് പറയുമ്പോൾ സോഴ്സ് മൂവ് ചെയ്താലും മതി, ലിസണർ മൂവ് ചെയ്താലും മതി, അല്ലെങ്കിൽ രണ്ടാളും കൂടി മൂവ് ചെയ്താലും ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് കാൾഡ് ഡോപ്ലർ എഫക്ട്. അപ്പോൾ സിംപ്ലി ഡോപ്ലർ എഫക്ട് എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ കഴിയണം. ഇറ്റ് ഈസ് ദി ഫിനോമിനൻ ഓഫ് അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഫ്രീക്വൻസിയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്ന മാറ്റമാണ്. ആർക്കാണ് ആ മാറ്റം തോന്നുന്നത്? ലിസണർക്കാണ്. എന്താണ് മാറ്റം വരാനുള്ള കാരണം? ഡ്യൂ ടു ദി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി സോഴ്സ് ഓഫ് ദി സൗണ്ട് ആൻഡ് ദി ലിസണർ. ഇതിനെയാണ് ഡോപ്ലർ എഫക്ട് എന്ന് വിളിക്കുന്നത്. ഡോപ്ലർ എന്നുള്ള സയന്റിസ്റ്റ് ആണ് അത് കണ്ടെത്തുന്നത്, അദ്ദേഹമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഡോപ്ലർ എഫക്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചിത്രം മനസ്സിലുണ്ടാവും. ലിസണർ എന്ന് പറഞ്ഞ ഒരാൾ എന്തുമാകാം, ഒരു സ്പീക്കർ, ഒരു മൈക്രോഫോൺ, എന്തോ ആയിക്കോട്ടെ. നമ്മുടെ ഇയർ, ദാറ്റ്സ് നമ്മുടെ ലിസണർ, ഒരു ഹ്യൂമൻ. ആ ലിസണറുടെ പൊസിഷനാണ് ഈ കറുത്ത വര സൂചിപ്പിക്കുന്നത്. ഒരു ഇൻസ്റ്റന്റിൽ സോഴ്സിന്റെ പൊസിഷനാണ്, ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റന്റുള്ള സോഴ്സിന്റെ പൊസിഷനാണ്. അപ്പോൾ ലിസണറിന്റെ വെലോസിറ്റി ഞാൻ VL എന്നെടുത്തു. വെലോസിറ്റി ഓഫ് ലിസണർ ഈ ഡയറക്ഷനിലാണ്. സോഴ്സിന്റെ വെലോസിറ്റിയെ ഞാൻ VS എന്നെടുത്തു, അത് ഈ ഡയറക്ഷനിലാണ്. ഇവിടെ ഞാൻ സങ്കല്പിക്കുന്നത് ലിസണറിൽ നിന്നും സോഴ്സിലേക്കുള്ള മോഷന്റെ ഡയറക്ഷനെ പോസിറ്റീവ് ഡയറക്ഷനായിട്ടും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനെ നെഗറ്റീവ് ഡയറക്ഷനായിട്ടും എടുക്കുക. അപ്പോൾ സോഴ്സിന്റെ വെലോസിറ്റി ഇവിടെ പോസിറ്റീവാണ്, ലിസണറുടെ വെലോസിറ്റി ഈ മാർക്ക് ചെയ്ത ആരോ അനുസരിച്ച് പോസിറ്റീവാണ്. എന്നാൽ ലിസണറിൽ നിന്നും സോഴ്സിലേക്കുള്ള ഡയറക്ഷൻ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കും. ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ ഈ അപ്പാരന്റ് ഷിഫ്റ്റിനുള്ള ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന അപ്പാരന്റ് ഷിഫ്റ്റിനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ ഈ ലിസണർക്ക് ഫീൽ ചെയ്യുന്ന ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ മാത്രം ഞാൻ പറയാണ്. ദ അപ്പാരന്റ് ഫ്രീക്വൻസി ഫെൽറ്റ് ബൈ ദി ലിസണർ. ലിസണർക്ക് തോന്നുന്ന ഫ്രീക്വൻസി F' is equal to F into V plus VL divided by V plus VS ആണ്. എപ്പോഴും ഓർക്കുക VL മുകളിൽ. ഇക്വേഷൻ ഓർത്തിരിക്കാൻ സിമ്പിൾ ആണ്. V plus VL മുകളിൽ, V plus VS താഴെ. VL മുകളിലാണെന്നുള്ള എപ്പോഴും ഓർത്തിരിക്കണം. ഇതാണ് നിങ്ങൾക്ക് തെറ്റാ, കൺഫ്യൂഷൻ വരെ അതാണ്. രണ്ടിടത്തും V ഉണ്ട്. പിന്നെ ആ കൺഫ്യൂഷൻ ആണുള്ളതാണ് VL ആണോ VS ആണോ മുകളിൽ താഴെ എന്നുള്ളതാണ്. അപ്പോൾ അത് തീർത്താണ്ട് ഓർത്തിരിക്കുക, VL ആണ് മുകളിൽ. അത് മനസ്സിലാക്കാൻ വേറെ ഐഡിയകളൊക്കെ ഉണ്ട്. ഈ F എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്ച്വൽ, ഈ സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ആക്ച്വൽ ഫ്രീക്വൻസിയാണ്. F' അത് റിസീവർ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ലിസണർ കേൾക്കുമ്പോൾ അയാൾക്ക് അനുഭവപ്പെടുന്ന ഫ്രീക്വൻസിയാണ്. അയാൾ മെഷർ ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന ഫ്രീക്വൻസിയാണ്. ലിസൺ ചെയ്യുന്ന ആൾ അവിടെ ഒരു ഉപകരണം ഉപയോഗിച്ച് അയാൾ റിസീവ് ചെയ്യുന്ന അയാൾക്ക് കിട്ടുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്താൽ കിട്ടുന്ന വാല്യൂയാണ് F'. F എന്ന് പറഞ്ഞാൽ സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുമ്പോൾ ആ സോഴ്സിന്റെ ഫ്രീക്വൻസിയാണ്. ആ സോഴ്സ് മൂവ് ചെയ്യുന്ന സ്പീഡാണ് VS വിത്ത് റെസ്പെക്ട് ടു ലിസണർ. വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. VS എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി source with respect to ground. VL is the speed of the listener with respect to ground. V is the speed of sound and F is the actual frequency. VL is positive. VL പോസിറ്റീവ് എപ്പോഴാണ്? ഇങ്ങോട്ട് മൂവ് എന്ന് പറയുമ്പോൾ ലിസണർ സോഴ്സിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് VL പോസിറ്റീവ്. VS എപ്പോഴാണ് പോസിറ്റീവ് ആവുക? VS എന്ന് പറയുന്നതും ഇങ്ങോട്ട് മൂവ്, ഇതാണ് നമ്മളെ പോസിറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ VS എന്ന് പറയുന്നത് എപ്പോഴാണ് പോസിറ്റീവ് ആകുക? വെൻ ദി സോഴ്സ് മൂവ്സ് എവേ ഫ്രം ദി ലിസണർ. മനസ്സിലാക്കുക, അങ്ങനെ തന്നെ എടുക്കണം. അത് വളരെ പ്രധാനമാണ് ഈ ഇക്വേഷൻ. ഇതിന് പല രീതിയിലുള്ള ഇക്വേഷൻ ഉണ്ട്. ചിലടത്ത് V - VL എന്നൊക്കെ ഉള്ള ഇക്വേഷൻ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ സൈൻ അതിനനുസരിച്ച് ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മളുടെ ഈ ചിത്രം അനുസരിച്ചുള്ള ഈ കൺവെൻഷനുള്ള ഇക്വേഷനാണിത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ ഈ പിക്ചർ കൂടി മനസ്സിൽ വേണം.
ലിസണർ ഇവിടെ, സോഴ്സ് ഇവിടെ. ലിസണർ സോഴ്സിലേക്കാണ് മൂവ് ചെയ്യുന്നത്, സോഴ്സ് ലിസണറിൽ നിന്നും എവേ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലിസണറിൽ നിന്നും സോഴ്സിലേക്കുള്ള ഡയറക്ഷൻ പോസിറ്റീവാണ്, ലിസണറുടെ വെലോസിറ്റി പോസിറ്റീവാണ്, സോഴ്സിന്റെ വെലോസിറ്റി പോസിറ്റീവാണ് എന്നുള്ള അസംഷനിലാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ സോഴ്സ് എതിർ ദിശയിൽ മൂവ് ചെയ്യുന്ന പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? വി എസിന് നെഗറ്റീവ് വി എസ് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്, ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ അനുസരിച്ച് കാണണമെങ്കിൽ അവിടെ വി എസിന് എന്ത് ചെയ്യണം? -5 എന്ന് കൊടുക്കണം. ഇനി വി എൽ ഇങ്ങോട്ട് പോകുന്നതിന് പകരം വി എൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലോ വി എല്ലിനും മൈനസ് കൊടുക്കണം. അത്രേ ഉള്ളൂ. ആ സൈൻ കൺവെൻഷൻ ഓർത്തിരിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ഡോപ്ലർ എഫക്ട്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ഡെറിവേഷൻ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്, ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യാണ്. ഡെറിവേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പഠിക്കാം. മനസ്സിലാവാത്ത പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയുടെ പുറത്തുനിന്ന് ഈസി ആയിട്ട് കിട്ടാവുന്ന ചില പോയിന്റ്സാണ്. ഓക്കെ, അടുത്തത് സ്റ്റാൻഡിങ് വേവ്സിൻ്റെ ഒരു ആനിമേഷൻ ഉണ്ട്. അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് സ്റ്റാൻഡിങ് വേവ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതും കൂടി ഒന്ന് കണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിർത്തും. സോ ഇതൊരു ആനിമേഷനാണ്. ഇതാണ് ഒരു സ്ട്രിങ് ആയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഇതൊരു ട്രാവലിംഗ് വേവ് ആണ്. ഇതൊരു സ്ട്രിങ് ആണ്. സ്ട്രിങ് ട്രാവലിംഗ് വേവ് ഉണ്ടാകണമെങ്കിൽ സ്ട്രിങ് ബൈൻഡ് ചെയ്യാൻ പാടില്ല. ഇത്രയും ലെങ്ത് ആണ് സ്ട്രിങ്. സ്ട്രിങ് ഇങ്ങനെ ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് അതിൽ ട്രാവലിംഗ് വേവ്. സ്ട്രിങ്ങിനെ നമ്മൾ രണ്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ട്രാവലിംഗ് വേവ് ഉണ്ടാവില്ല, എന്നേ ഉണ്ടാവുള്ളൂ, സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടാവും. അപ്പോൾ ആ ട്രാവലിംഗ് വേവ് ആണ് ഈ കാണുന്നത്. ഇങ്ങനെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നൊരു വേവ്. നിങ്ങളുടെ ആനിമേഷൻ്റെ മൂവ്മെൻറ്റ് എഫക്റ്റ് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പലപ്പോഴും ഇത് കിട്ടാറില്ല. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നൊരു വേവ്, എതിർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ഈ പച്ച നെഗറ്റീവ് എസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള രണ്ട് വേവ് കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാവുക? സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടിച്ചേർന്നാൽ മാത്രം പോരാ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബൗണ്ടറി ഫിക്സ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾക്ക് അലൗഡ് നമ്മളെ നോർമൽ മോഡ്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊരു ബൗണ്ടറി ഉണ്ടാക്കണം, സ്ട്രിങ്ങിൻ്റെ രണ്ട് എൻഡും ഫിക്സ് ചെയ്യണം. അങ്ങനെയുള്ള കേസാണ് ഇനി പറയുന്നത്. നമ്മൾ അങ്ങനെയുള്ള കേസിൽ ദിസ് ഈസ് ദി ഫണ്ടമെന്റൽ. ആ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യും, ഡോട്ടിട്ട് സ്ട്രിങ് പിന്നെ അവിടെ ഇല്ല, ഇങ്ങനെയാണ് വൈബ്രേഷൻ ഉണ്ടാവും. ഫണ്ടമെന്റൽ മോഡാണെങ്കിൽ ഇതാണ് വൈബ്രേഷൻ. ഈ നീല കുത്തിട്ടതാണ് ആന്റിനോഡ്. ഇത്രേ ഉള്ളൂ. ആക്ച്വലി ഇതാണ് സംഭവിക്കുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് സ്ട്രിങ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കാണുക. ദിസ് ഈസ് ദി ഫണ്ടമെന്റൽ ഓർ ഫസ്റ്റ് ഹാർമോണിക്. ഇവിടെ നമുക്ക് മോഡ് ഏത് മോഡ് വേണമെങ്കിലും ഉണ്ടാക്കാം. N1 എന്ന് കൊടുത്തുകൊണ്ട് ദിസ് ഈസ് ദി ഫസ്റ്റ്. ഇതിൻ്റെ സ്പീഡാണ്, ഈ വൈബ്രേഷൻ്റെ സ്പീഡ് വേണമെങ്കിൽ കൂട്ടാം അപ്പ് ആൻഡ് ഡൗൺ മോഷൻ. അപ്പോൾ അത് കാണാൻ പറ്റും, അങ്ങനെ കൂട്ടുകയാണ് കേട്ടോ. ഇതാണ് ഇപ്പം ഉണ്ടാവും. മുകളിലും താഴെയും സ്ട്രിങ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങളുടെ ഇതിൽ ഈ സ്പീഡ് ആനിമേഷൻ ചിലപ്പോൾ കിട്ടൂല. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പറ്റുന്നുള്ള സ്പീഡായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഈ കാണുന്ന അപ്പ് ആൻഡ് ഡൗൺ ഓസിലേഷൻ ഉണ്ട്, അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മുകളിലും താഴെയുള്ളതായിട്ട് തോന്നും. അതാണ് നമ്മൾ ഇൻവേർട്ട് ചെയ്ത് വരയ്ക്കുന്നത്. അപ്പം ഞാൻ ആ രീതിയിൽ വരക്കാമോ? ഇതാണ് രണ്ട് വേവും കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. This is the first harmonic, stretched string in the case. ഇനി രണ്ടാമത്തെ ഹാർമോണിക് കാണാം. ഇതാണ് സെക്കൻഡ് ഹാർമോണിക്. സ്ട്രിങ്ങിന്റെ ഈ രീതിയിലുള്ള വൈബ്രേഷൻ.
ഇതും രണ്ട് വേവായിട്ട് ഇൻവേർട്ടഡ് വേവും കാണിക്കാം. യഥാർത്ഥത്തിൽ ഇതാണ് സ്റ്റാൻഡിങ് വേവ്, ഇത്രയേ ഉള്ളൂ. തേർഡ് ഹാർമോണിക്സ് കണ്ടല്ലോ. ഈ ചുവന്ന പുള്ളികളൊക്കെ നോഡുകളാണ്, നീല പുള്ളികളൊക്കെ ആന്റി നോഡ്സ് ആണ് ഇവിടെ എഴുതിയിട്ട്. ഇതിന്റെ ഒരു സ്റ്റിൽ ഫോട്ടോ ആണ് നമ്മൾ ആ വരച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇതും ഇതിന്റെ ഇൻവേർട്ട് ചെയ്ത വേവ്, അതായത് ഇതാണ് നമ്മൾ വരച്ചു വെച്ചത് തേർഡ് ഹാർമോണിക്കിൽ. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ഓസിലേഷൻ ഉണ്ടാവുക. ഈ ചുവന്ന പുള്ളി ആ പോയിന്റ് മാർക്ക് ചെയ്യാൻ മാത്രമല്ല, അല്ലാതെ ഇവിടെ സ്ട്രിങ്ങിന് കെട്ടിയിട്ടിട്ടുണ്ട് എന്ന് അർത്ഥമല്ല കേട്ടോ. ഈ ചുവന്ന പുള്ളി മനസ്സിലാക്കേണ്ടത് ഓരോ സ്ട്രിങ്ങിലുള്ള ഈ പോയിന്റുകൾ ഓസിലേറ്റ് ചെയ്യുന്നില്ല. കണ്ടാൽ അറിയാം, മുകളിലേക്കും താഴേക്കും ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ നോട്ട്സ് ആണ്. നീല പോയിന്റുകൾ പരമാവധി ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പോയിന്റ്സ് ആണ്, അതായത് ആന്റി നോട്ട്സ് ആണ്. Let us move for say fourth mode. Fifth mode. ആന്റി നോട്ട്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ ഏത് മോഡും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലായല്ലേ? ഇതാണ് ഓസിലേഷൻ. ഈ കാണുന്നത് നമ്മൾ വെറുതെ വരക്കുന്നതാണ്. ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ സ്പീഡിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ വിഷ്വലൈസ് ചെയ്യും കാണുന്ന വിഷ്വൽ പിക്ചറാണ്. ഓക്കെ, so this is how a string oscillates അല്ലെങ്കിൽ vibrates in different natural modes. ഇനി ഇതാണ് ബീഡ്സ് ഫോം ചെയ്യും. ഒന്നാമത്തെ ഫ്രീക്വൻസി ഇപ്പോൾ ഞാൻ 5.5 ഹെർട്സ് കൊടുത്തു, ഒരു വേവിന്റെ ഫ്രീക്വൻസി. മറ്റൊന്നിന്റെ ഫ്രീക്വൻസി 5 കൊടുത്തു. 0.5 ഹെർട്സ് ആണ് ഇവ തമ്മിലുള്ള ഫ്രീക്വൻസിയിലുള്ള ഡിഫറൻസ്. നോക്കുമ്പോൾ നമ്മൾ രണ്ട് വേവ്സ് ഉണ്ട് ഇവിടെ. വേവ് 1 ഒന്ന് 5 ഹെർട്സ്, വേവ് 2 5.5 ഹെർട്സ്. ഇങ്ങനെയുള്ള രണ്ട് വേവ്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വേവ്സും കൂടി ചേരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അടുത്തത്. ഫേസ് ഒക്കെ രണ്ടും സെയിം ഫേസ് തന്നെയാണ്, ഫ്രീക്വൻസിയിൽ മാത്രം ചെറിയൊരു വ്യത്യാസം കൊടുത്തു. അത് കൂടി ചേരുമ്പോൾ റിസൾട്ട് എന്ന് കണ്ടോ. ഇതാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോക്കൂ, ഈ ബീറ്റിന്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് എങ്ങനെ കാണാം? ഈ ബീറ്റ്, ഒരു ബീറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഒരു സൗണ്ടിന്റെ മാക്സിമം പിന്നെ ആ സൗണ്ടിന്റെ സീറോ ആവുന്നത്. ഇതാണ് ഒരു ബീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബീറ്റിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ടൈം പീരീഡാണ്. ഈ എൻവലപ്പ് ഉണ്ടോ, ഈ സൗണ്ടിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിന്റെ ഇന്റൻസിറ്റി ഇങ്ങനെ കൂടി 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 മാക്സിമം ആവും, പിന്നെ കുറഞ്ഞ് സീറോ. ഇതാണ് ഒരു ബീറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ബീറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. ഇത് 3 ആണ്, ഇത് എത്രയാണ്? അറൗണ്ട് 5 ആണ്. 3 മുതൽ 5 വരെ എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡാണ് ഏകദേശം ഇതിന്റെ ബീറ്റ്. ഇല്ലേ, ഈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡാണ്. ഒരു ബീറ്റിന്റെ ടൈം പീരീഡ് 2 സെക്കൻഡാണ്. ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ഇത് 3, ഇത് 5, ഇത് 5, ഇത് 7. കണ്ടോ, 5 മുതൽ 7 വരെ, അല്ലെങ്കിൽ 3 മുതൽ 5 വരെ. എന്തായാലും ഈ ഒരു ബീറ്റിംഗ് സൈക്കിളിന്റെ ടൈം പീരീഡ്, അതായത് ഒരു സൗണ്ട് ഒരു പ്രാവശ്യം മിനിമത്തിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തി ഇന്റൻസിറ്റി പിന്നെയും കുറഞ്ഞ് മിനിമത്തിലെത്തുക, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി സൗണ്ട് ഇൻക്രീസസ് ഫ്രം 0 ടു മാക്സിമം, ദെൻ ഡിക്രീസസ് ടു 0. ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് പൂർത്തിയാകാൻ എടുക്കുന്ന സമയം ഈ കേസിൽ 2 സെക്കൻഡാണ്. എന്ന് പറഞ്ഞാൽ ബീറ്റ് ഫ്രീക്വൻസി അല്ല, ബീറ്റിന്റെ ടൈം പീരീഡ് 2 സെക്കൻഡാണ്. അപ്പോൾ ബീറ്റിന്റെ ഫ്രീക്വൻസി എത്ര വരും? F = 1/t എന്നാണ്. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ഹെർട്സ് വരും. ബീറ്റിന്റെ ഫ്രീക്വൻസി ഇതിൽ നിന്ന് നമുക്ക് കിട്ടും 0.5 ഹെർട്സ്. ഇനി ഇവിടെ നോക്കൂ, ഒന്നാമത്തെ സിഗ്നലിന്റെ ഫ്രീക്വൻസി എത്രയാണ് കൊടുത്തത്?
ഫ്രീക്വൻസി 1 5 ഹെർട്സ്. ഫ്രീക്വൻസി 1 എന്ന് പറഞ്ഞാൽ 5 to 15 അല്ല, ഫ്രീക്വൻസി 1 എന്നാണ്, ദാറ്റ് ഈസ് 5 ഹെർട്സ്. ഫ്രീക്വൻസി 2 5.5 ഹെർട്സ്. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 5.5 5 കുറച്ചാൽ 0.5 ഹെർട്സ്. അതെന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. 0.5 ഹെർട്സ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടൈം പീരിയഡ് 2 ആണ്. 1/0.5 എന്ന് പറഞ്ഞാൽ 2. സോ 2 സെക്കൻഡ്. ഇവിടെ 3 മുതൽ 5 വരെ. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി നോക്കാം, 6 ആക്കി നോക്കാം. 5ഉം 6ഉം കൊടുത്തു നോക്കാം, 1 ഹെർട്സ് ഡിഫറൻസ് കണ്ടോ? ബീറ്റ് നോക്കാം. അറൗണ്ട് 6.5 മുതൽ 7.5 വരെയാണ് ഒരു ബീറ്റിംഗ്. ഇതാണ് ഒരു ബീറ്റിംഗ് അല്ലേ? 6.5 മുതൽ 7.5 എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 6:30 മുതൽ 7:30 വരെ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലേ? 6.5 to 7.5. ഇവിടെ 6.5 ആണ്, ഇവിടെ 7.5 ആണ്. അപ്പോൾ ഒരു ബീറ്റിംഗ് സൈക്കിളിന്റെ ടൈം പീരീഡ് ഇവിടെ 1 സെക്കൻഡ് എന്ന് വന്നു. അപ്പോൾ ഫ്രീക്വൻസി എത്ര വരും? ബീറ്റിന്റെ ഫ്രീക്വൻസി 1 ഹെർട്സ് എന്ന് വരും. ഇവിടെ നോക്കൂ, ഫ്രീക്വൻസി ഒന്നാമത്തെ 5 ആണ്, രണ്ടാമത്തെ 6 ആണ്. ഡിഫറൻസ് എടുത്താൽ 1 ഹെർട്സ് വരും. അപ്പോൾ ബീറ്റിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫ്രീക്വൻസി ഓഫ് ദി 2 ഇൻപുട്ട് സിഗ്നൽസ്. അതാണ് നേരത്തെ പറഞ്ഞത് F1 ഡിഫറൻസ് F2. അത് ഗ്രാഫിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു. ഇത്രയും മതി. ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതിൽ ഇന്ന് കുറച്ച് സ്പീഡിൽ എടുത്തിട്ടുണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യുന്നത് പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. മറ്റൊരു കാര്യം ഇനി പറയാനുള്ളത്, ഇനി ഇതുവരെയുള്ള ചാപ്റ്റർ നമ്മുടെ ഫുൾ ഫിസിക്സിന്റെ സെക്കൻഡ് ഇയറിന്റെ ഫുൾ ടോപ്പിക് അല്ല, ഫസ്റ്റ് ഇയറിന്റെ ഫുൾ ടോപ്പിക് കഴിഞ്ഞു. ഇനി നിങ്ങൾ പഠിച്ചാൽ മതി. റിവിഷൻ ക്ലാസ്സുകൾ രാജഗോപാൽ സാർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് റിവിഷനായിട്ട് ഏതെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രയാസമുള്ളതുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ആഴ്ചയിലോ 1 or 2 ഒരു ഡേയ്സിൽ നമുക്ക് വെക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനായിട്ട് ഇന്ന ക്വസ്റ്റ്യൻ എന്ന് പറയില്ല. നിങ്ങൾ ഫിസോളിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഫിസോളിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ തലേ ദിവസത്തെ തരുന്ന 2 ദിവസം മുന്നേ തരുന്ന മോഡൽ ക്വസ്റ്റ്യനുണ്ട്. ഇതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണോ ആ ക്വസ്റ്റ്യൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതെൻ്റെ വാട്സപ്പിലേക്ക് വിട്ടാൽ ഒരു കോമൺ സെഷനായിട്ട് വെച്ചിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും ഏതെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ മുതൽ ഇങ്ങനെ തുടങ്ങണം. ഇപ്പോൾ ഏത് ചാപ്റ്ററാണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നാൽ അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഇതേപോലെയുള്ള ഗൂഗിൾ ക്ലാസ്സോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ സൗകര്യമുണ്ട്, അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ബോർഡിൽ എഴുതിയുള്ള ക്ലാസ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ അങ്ങനെ എങ്ങനെയെങ്കിലും അത് ചെയ്ത് തരാം വേണമെങ്കിൽ. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തരണം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് തരുന്നതിനനുസരിച്ച് ഒരു 3-4 അല്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. ഒരു 5-6 ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഇതേപോലെ സ്ലൈഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രസൻറ്റേഷനായിട്ട് ചെയ്ത് തരാം. ബാക്കിയുള്ള കുട്ടികൾക്കും കൂടി അത് മനസ്സിലാവും. അതിന് ക്വസ്റ്റ്യൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് തരുന്നുണ്ട്, എനിക്ക് പേഴ്സണലായിട്ട് സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ചാപ്റ്റർ, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ചെയ്യാൻ നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ അത് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ചാപ്റ്ററിൻ്റെ എക്സാം നടത്തണം. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് വ്യാഴാഴ്ച നമുക്ക് ഈ 2 ചാപ്റ്റർ 2 ചാപ്റ്റർ വേണമെങ്കിൽ ശനിയാഴ്ച ആക്കാം. ശനിയാഴ്ച ഓസിലേഷനും വേവും രണ്ടിൻ്റെയും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള എക്സാമാണ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റാണ്. അത് അറ്റൻഡ് ചെയ്യണം, നിർബന്ധമാണ്. അത് അപ്പോഴേക്ക് ഇതൊക്കെ തറവായിട്ട് പഠിക്കുക. ആ എക്സാം കഴിഞ്ഞിട്ട് പിന്നെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഓരോ ദിവസം ഞാൻ അലോട്ട് ചെയ്ത് തരാം. ഒരു ദിവസം പറയാം, ആ ദിവസത്തിൻ്റെ മുൻപായിട്ട് ഒരു ചാപ്റ്ററും പറയും. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 1 അല്ലെങ്കിൽ 2 ചാപ്റ്റർ, ആ ചാപ്റ്ററുകളിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പ്രയാസപ്പെടുന്ന ഈ പറഞ്ഞ ഫിസോളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കിയിട്ട് അതിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രയാസം തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയിട്ട് അത് അല്ലെങ്കിൽ അതിൻ്റെ ഇമേജ് എൻ്റെ ഇതിലേക്ക് വിടുക. അവ വെച്ചിട്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ ക്ലാസ് വെക്കും. ഓക്കെ, പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അതിനനുസരിച്ച് വെക്കും. ഈ വർഷത്തെ ചാപ്റ്റർ ഇനി ഏതെങ്കിലും ചാപ്റ്റർ വീണ്ടും എടുത്തു തരണമെന്നുണ്ടെങ്കിൽ സമയ ലഭ്യത അനുസരിച്ചിട്ട് അത് ചെയ്യാം. ഏത് ചാപ്റ്റർ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ അത് ചെയ്യുകയൊക്കെ ചെയ്യാം. സമയം വേണം. അത് നിങ്ങൾ കുറേ ആളുകൾക്ക് പ്രയാസമുള്ള ഏതെങ്കിലും പാഠങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ വീണ്ടും ഡിസ്കസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഇനിയൊക്കെ നിങ്ങൾ പറയുന്നതിനനുസരിച്ചാണ്. അങ്ങോട്ട് നിങ്ങൾക്ക് ഡെലിവറി തരാനുള്ള കണ്ടന്റുകൾ മുഴുവൻ തന്നു കഴിഞ്ഞു.
ഇനി നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ അത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എടുത്ത പാഠത്തിൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ്. മിക്കവാറും ടോപ്പിക്കിൻ്റെ 1-2 ക്ലാസ്സുകളുടേതേ മിസ്സായിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോസ് വീണ്ടും വീണ്ടും കണ്ടിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. വേറെ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നമ്മളെ ക്ലാസ് തീർന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ വൈൻഡപ്പ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. തെർമോഡൈനാമിക്സ് ഒരാൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പരിഗണിക്കാം. അതിനെ എങ്ങനെ എടുക്കണം, ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് ഫോക്കസ് ഏരിയ മാത്രം പഠിപ്പിച്ചാൽ മതിയോ, പ്രധാന ഭാഗങ്ങൾ കൂട്ടിയെടുക്കണോ എന്നുള്ളതൊക്കെ പറയണം. ഒരാൾ തെർമോഡൈനാമിക്സ് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാട്സപ്പിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ ഒരാളുള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് എന്താണ് ഡൗട്ട് എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. കുറച്ചൊരു 5-6 ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു 10 പേർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം. ഒരു കുട്ടി മാത്രമാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഓൺലൈനിൽ ഒരു കുട്ടി മാത്രം ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക, ഏതാണ് മനസ്സിലാവാത്തതെന്ന് ചോദിച്ചാൽ പിന്നെ ആ ഭാഗം പറഞ്ഞു കൊടുക്കാം, പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, കുറച്ച് കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അതൊരു ക്ലാസ് ആയിട്ടും ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങളത് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അത് എന്നെ വാട്സപ്പിൽ അറിയിച്ചാൽ മതി. വാട്സപ്പിൽ ഒന്ന് പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എന്നാൽ ഞാൻ ആ ടോപ്പിക്ക് വൈസ് ചെയ്തിട്ട് ക്ലാസ് വെക്കാം, ഏതെങ്കിലും ചാപ്റ്റർ ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ നിർത്താം. കൂടുതൽ ആവശ്യമുള്ള ഏരിയ ഏതാണെന്ന് വെച്ചാൽ അത് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, താങ്ക് യു.